शंभो महादेव। गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। अपार करुणासिन्धुं ज्ञानदं शान्तरूपिणं श्रीचन्द्रशेखरगुरुं प्रणमामि मुदान्वहम्। स्फटिमणिमोक्षमाला तथानास्तैनेकेन पद्मं सितमपि सुखं पुस्तकं चापरेण आसाकुन्देतु शङ्खस्फटिकमणिनिभामासमाना समाना सा मे वाग्देवतेयं निवसति वदने सर्वदा सुप्रसन्ना। मूकं मूकोऽहं भक्तिहीनोऽहं त्वां स्तोतुं जगदां गुरो तथापि त्वत्कृपालेशात् भूयासं वाक्पटुशुभे। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मुहूर्तं च हरेर्देवी त्राहि मां शरणागतम्। नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपापहरे देवी महालक्ष्मी नमोऽस्तुते। कुङ्कुमार्चनसन्तुष्टां कुन्दपुष्पैः सुपूजितां सौमाङ्गल्यप्रदां पूज्यां वन्दे कुङ्कुमसुन्दरीम्। श्री स्वामीनाथं सुरवण्वल्य भूलोकभक्तान् परिपालयन्तं श्री सह्यजातीरनिवासिनं तं वन्दे गुहं तं गुरुरूपिणं नमः। भूतनाथ सदानन्दा सर्वभूतदया परारक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ऊकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातम् अहं वन्दे परमानन्दमाधवम्। वागर्ताव्यो सम्पृक्तो वागर्तं प्रतिपत्तये जगतः पितरौ वन्दे पार्वती परमेश्वरौ। पूर्णाय पुण्यरूपाय पुराणेतिहासपूजिताय पुष्पगिरिनिवासाय रामचन्द्राय नमो नमः। दुर्बलं यशोधैर्यं निर्भयत्वपरोगता अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्। श्री गुरुभुवनेश्वराय नमः। महादेवाय नमः। മഹാപുണ്യദിനമായ മഹാശിവരാത്രി തൊട്ട് പിന്നിലുള്ള പുണ്യമായ പ്രദോഷ ദിനം ആണിന്ന്. പ്രദോഷവ്രതം നോൽക്കുന്ന ധാരാളം ഭക്തന്മാര് ഈ ഉള്ളവന്റെ അറിവിൽ തന്നെ ഉണ്ട്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കുക. ഒന്ന് രണ്ട് പഴം കഴിച്ചൂടെ? വേണ്ട, പ്രദോഷം കഴിയട്ടെ. പ്രദോഷം കഴിഞ്ഞ് ഭഗവാന്റെ അഭിഷേകം പൂജകളൊക്കെ കഴിഞ്ഞ് ആ തീർത്ഥം സേവിച്ച് പിന്നെ കരിക്ക് വെള്ളം, തീർത്ഥമായിട്ട് കിട്ടുന്ന അഭിഷേകം ചെയ്ത കരിക്ക് വെള്ളം പ്രസാദമായിട്ട് സ്വീകരിക്കഴിച്ച് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പഴം, ചില ദിവസം അത് 4 ആൾക്ക് കൂടി ഒരു പഴം കിട്ടുന്നുണ്ടാവുള്ളൂ. തിരക്ക് കുറവാണെങ്കിൽ, നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ 10 പഴം കൂടുതലുണ്ടാവും, ആള് 8 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ പഴം കിട്ടും. അത് കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയിട്ട് കഞ്ഞിയോ വല്ലതും വെച്ച് കഴിച്ച്, അല്ലെങ്കിൽ ഉപ്പുമാവോ വല്ലതും വെച്ച് കഴിച്ച് പ്രദോഷവ്രതം നിൽക്കുന്ന ധാരാളം ഭക്തന്മാര് നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. കാലത്ത് ആഹാരം കഴിച്ച് അതിനുശേഷം പ്രദോഷ പൂജ ചെയ്ത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത്, അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്ത്, അല്ലെങ്കിൽ അതൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് കാണിക്ക, ക്ഷേത്രത്തിൽ കുറച്ച് നെയ്യോ തേനോ പാലോ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക, തൊഴുക, തിരുമേനിക്ക് 10 രൂപ ദക്ഷിണം കൊടുക്കുക. പ്രദോഷം അങ്ങനെ നോൽക്കുന്നവരുണ്ട്. ഇതെങ്ങനെ നോറ്റാലും പ്രദോഷം നോൽക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നോൽക്കുക തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ ഓരോ കഥകൾ നോക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആ മഹിമ, ആ കാരുണ്യം ഓരോ കഥകൾ നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് 2-3 കഥകളൊന്ന് സ്മരിക്കാം. അങ്ങനെയുള്ള ശ്രീ മഹാദേവന്റെ വളരെ വിശേഷപ്പെട്ട പുണ്യദിനമായ പ്രദോഷം. പ്രദോഷങ്ങളിൽ വെച്ച് മഹാപ്രദോഷം എന്ന് പറയുന്നത് ശിവരാത്രിക്ക് തൊട്ട് മുമ്പ് വരുന്ന പ്രദോഷം. അത് പ്രദോഷം എന്ന് പറയുമ്പോൾ ദോഷം എന്ന് പറയുമ്പോൾ ഇരുട്ട്, അതിന് തൊട്ട് മുമ്പുള്ള സമയം. അപ്പൊ ഏതാണ്ട് 90 നാഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കിൽ 1.5 മണിക്കൂർ. 6 മണിക്ക് അസ്തമയം. ചില ദിവസം 6:10 ഓരോ പഞ്ചാംഗത്തിൽ ഓരോ മാതിരി ഉണ്ടാവും. അസ്തമയത്തിന് തൊട്ട് മുമ്പ് തുടങ്ങുന്ന 1.5 മണിക്കൂർ. അപ്പൊ 4:30 മണി, നമ്മുടെ കണക്കിൽ 4:30 മണി എന്ന് വെക്കാം. 4:30 മണി മുതൽ 6 മണി, അത് കഴിഞ്ഞ് കുറച്ചു നേരം പൂജ കഴിയുന്ന സമയം വരെ, അസ്തമയം ആവുന്ന സമയം വരെ പ്രദോഷമാണ്. ആ പ്രദോഷ സമയത്ത് നമ്മൾ കാലത്ത് ഒന്നും കഴിക്കാതിരിക്കുന്ന ഭക്തകൾ ധാരാളമുണ്ട്. പക്ഷെ അത് സാധിച്ചില്ലെങ്കിൽ തന്നെ ശരിക്കും കൃത്യം 4:30 മണിക്ക് തന്നെ
ഓർഡർ ചെയ്ത് വന്ന മസാല ദോശ അവിടെ വീട്ടിലെത്തുമ്പോൾ അത് കഴിച്ച് പിന്നെ ഒന്ന് ഫേസൊക്കെ കഴുകി ക്ഷേത്രത്തിൽ പോവുക, തൊഴുക, അത് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പ്രദോഷ സമയം അത് ധാരാളം ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് ഈ നേരത്തെ കഴിച്ചാൽ എന്താ കുഴപ്പം, കഴിച്ച ശിവനെ കാണില്ലേ, അഭിഷേകം കണ്ടുകൂടെ, മുമ്പ് നിന്ന് അഭിഷേകമൊക്കെ കാണാം, കുറച്ച് വീട്ടിൽ സ്ഥലം പിടിച്ചാൽ അഭിഷേകമൊക്കെ കാണാം. തിരക്കില്ലാത്ത ശിവക്ഷേത്രങ്ങൾ മമ്മിയൂർ പോലെ അല്ലെങ്കിൽ വടക്കനാനെ പോലെ ഒരുപാട് തിരക്കുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതല്ലാത്ത തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. അവിടെ 4:45 പോയാൽ അഭിഷേകം കാണാം, ഒരു കുഴപ്പമില്ല, അദ്ദേഹം തടയൊന്നുമില്ല, അത് അദ്ദേഹത്തിന്റെ കാരുണ്യം. പക്ഷേ നമ്മൾ പോകുമ്പോ ആ സമയവും അതിന്റെ പവിത്രത എന്ന് പറയുമ്പോൾ കുളത്തിലിറങ്ങി കുളിച്ച് ഈറിനോടുകൂടി വരുന്നതല്ല പവിത്രത, ഉള്ളിലെ പവിത്രത വേണം. ആ പവിത്രതയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ പോവാ, ദർശനം കഴിക്കുക, പ്രദോഷം ചെയ്യുക, പ്രദോഷത്തിന് പൂജ കാണുക, പ്രദക്ഷിണം ചെയ്യുക. തിരക്ക് കൂടുതലുള്ള മമ്മിയൂര് വന്നു, ഗംഭീരം തിരക്കാണ്. വടക്കനാന്റെ അവിടെ പോയി തൃപ്പൊക്കെ കാണാൻ. വടക്കനാന്റെ അവിടെ പോകുമ്പോൾ ഏതാണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് വൈകുന്നേരത്തെ കുടമാറ്റ സമയത്തിന്റെ തിരക്കാണ്. വടക്കനാട് ക്ഷേത്രത്തിന്റെ ഉള്ളില് രാത്രിയിലെ തൃപ്പൊക്കെ കാണാൻ പറ്റി. എല്ലാവർക്കും കാണാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ മാറി നിന്ന് ആ തൃപ്പൊക്കെ നടക്കുന്ന മണിയണ്ടിയുടെ ശബ്ദമോ അല്ലെങ്കിൽ ആ പുക ഒന്ന് കാണുക, അതന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിൽ ഉറപ്പാണ്. അങ്ങനെയുള്ള അനുഗ്രഹിക്കുന്ന നേരത്തെ ധ്യാനശ്ലോകത്തിൽ പറഞ്ഞമാതിരി ജഗതസ്ഥിതരോ വന്നേ പാർവതി പരമേശ്വരോ, ജഗത്തിന്റെ മാതാപിതാക്കളായ ശ്രീപാർവതിയെയും പരമേശ്വരനെയും വന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അത് ഈ പ്രദോഷം എന്താ പ്രത്യേകത? എല്ലാ ദിവസവും ശിവന്റെ പോയാൽ ദർശനം ചെയ്തൂടെ, തൊഴാമല്ലോ. അഭിഷേകം അതുകൊണ്ട് പല അമ്പലങ്ങളിലും കാലത്ത് അഭിഷേകം അതുകൊണ്ട്, വൈകുന്നേരം അഭിഷേകം അതുകൊണ്ട്. ഈ തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളൊക്കെ പോയാൽ 6 കാല പൂജ എഴുതി വെച്ചിട്ടുണ്ടാവും. 6 കാല പൂജ എന്ന് പറയുമ്പോൾ ഒരു 4-5 പ്രാവശ്യം പൂജകൾ ഉണ്ടാവും. ഓരോ പൂജയ്ക്കും അഭിഷേകങ്ങൾ ഉണ്ടാവും. കണക്കിന് പാല് വന്ന് ഇറങ്ങണ കാണാം. 6 കാല പൂജ ഉണ്ടാവും. ചില ക്ഷേത്രങ്ങൾ 2 കാല പൂജ, ചില ക്ഷേത്രങ്ങൾ 1 കാല പൂജയുണ്ട്. ഒരുപാട് ശിവക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. 1 കാല പൂജ ഉണ്ടാവുള്ളൂ. അതിന് തന്നെ ബുദ്ധിമുട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടുതലാണ്, ക്ഷേത്ര വിരോധികളുടെ എണ്ണം കൂടുതലാണ് തമിഴ്നാട്ടിൽ. അതിനൊരു പ്രത്യേകത ഉണ്ടാകാണ്. ആ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്ന് ദർശനം ചെയ്യുക, ഒന്ന് സ്മരിക്കുക. ഓരോ അമ്പലങ്ങൾക്കും ഓരോ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ മഹാത്മ്യം അനുസരിച്ച് ആ ക്ഷേത്രങ്ങളുടെ ദർശനം അല്ലെങ്കിൽ സ്മരണ അല്ലെങ്കിൽ ചിന്തിക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ അതിനെ സഹായം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. അങ്ങനെയുള്ള പ്രദോഷത്തിനെ പറ്റി 2 വാക്ക്, 2 ശ്ലോകം, പ്രദോഷ മഹാത്മ്യമുള്ള ഒരു ശ്ലോകം മാത്രം ഒന്ന് സ്മരിക്കാം. അത് കഴിഞ്ഞ് ഇതിന്റെ കഥാനായകൻ, ഈ പ്രദോഷത്തിന്റെ കഥാനായകനെ കുറിച്ച് നമുക്ക് കുറച്ച് ചിന്തിക്കാം. കൈലാസശൈലഭുവനെ ത്രിജഗജ്ജനിത്രീ ഗൗരീ നിവേശ്യ കനകാജിതരത്നപീഠേ, ഗൗരീ നിവേശ്യ കനകാജിതരത്നപീഠേ. ഇവിടെ നൃത്തം നടക്കണോ? അപ്പൊ നമ്മുടെ അമ്പലത്തില് കുറെ സീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ പരിപാടിയാണെങ്കിൽ മള്ളിയൂർ തിരുമേനി വന്ന് ഇവിടെ ഭാഗവതം വായിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, ഇവിടെ ഇത്തിരി സീറ്റ് പോരാ. അപ്പൊ അതിന് വലിയ ഹാള് പണിയുണ്ട്. പണിത ഹാളിൽ നമ്മളെ എല്ലാവരും ഇരുത്തി വേണ്ടി വന്നാൽ AC ഒക്കെ ഇട്ട് ഒരു 1000-1500 പേർക്ക് ഇരിക്കാനും താഴെ നിൽക്കുന്നവർക്ക് കാണാൻ സ്ക്രീനൊക്കെ വെച്ച് അതിന്റെ വലിപ്പം അനുസരിച്ച്. ഇവിടെ ഈ പറഞ്ഞ നമ്മൾ ഇന്നിപ്പോ കാണാൻ പോകുന്ന പരിപാടിയില് ഒരാളെ ഉള്ളൂ കാണിയായിട്ട്. ആരാ? ഗൗരി നിവേശ്യ, രത്നപീഠത്തിലിരുന്ന് നൃത്തം കാണുന്ന ഗൗരി ദേവിയാണ്. ഈ പ്രദോഷത്തിന്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം എന്നാണ്, ഒരു ഒരാളെ ഉള്ളൂ. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായാലോ തെറ്റിപ്പോയ ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഓഡിയൻ മാത്രമേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ. ഗൗരി ദേവി, ശ്രീപാർവതി മഹാമായ അവിടെ ഇരുന്നുകൊണ്ട് ഈ നൃത്തം കാണുക. എവിടെ? രത്നപീഠത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ അവരുടെ സ്ഥലമാണത്. നൃത്യം വിധാതും അഭിവാഞ്ജതി ശൂലപാണോ. ആരാ നൃത്യം? ശൂലപാണി. ശൂലപാണി എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശ്രീപരമേശ്വരൻ ശൂലം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ദുരിതങ്ങളെയൊക്കെ അകറ്റിക്കളയാനായിട്ടുള്ള ശൂലം, അറിവില്ലായ്മ, അജ്ഞാനം എന്ന് പറയുന്ന ആ അസുരനെ വധിച്ചുകൊണ്ടുള്ള ആ ശൂലം ധരിച്ചുകൊണ്ട് നൃത്യം വിധാതും അഭിവാഞ്ജതി ശൂലപാണോ ദേവാപ്രദോഷ സമയേ. അപ്പൊ അവിടെ നൃത്തം തുടങ്ങി. അപ്പോഴേക്കും അറിഞ്ഞു കേട്ട് ആൾക്കാർ വന്നു തുടങ്ങി, ഓഡിയൻസ് വന്നു തുടങ്ങി. ആരാ? പിന്നെ എണ്ണം കൂടി. അവരൊക്കെ നിൽക്കുകയുള്ളൂ, ഇരിക്കില്ല. ആ വരുന്നവര് ഈ നൃത്തം ചെയ്യുന്നവനെയും ഈ നൃത്തം കാണുന്ന ആ വ്യക്തിയെയും മാതാപിതാക്കളായിട്ട് കണക്കാക്കുന്ന ഭക്തന്മാരാണ്. ആരാ?
വാഗ്ദേവി ദേവാപ്രദോഷ സമയേ ഭജന്തി സർവേ. എല്ലാ ദേവന്മാരും ഈ പ്രദോഷ സമയത്ത് ഭഗവാനെ ശ്രീപരമേശ്വരനെ ഭജിക്കാനായിട്ട്, ജപിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, തൊഴാനായിട്ട് അവിടെ ഒന്ന് കൂടി ദേവി കണ്ടുകൊണ്ടിരിക്കണം. വാഗ്ദേവി കൃതമല്ലെങ്കിൽ അപ്പോ ഈ പറയുന്ന ആളുടെ നമ്മുടെ ഒരു ഭാഗവതര് സാക്ഷാൽ MS സുബ്ബലക്ഷ്മി അമ്മ ഇവിടെ വന്ന് പാടി, അല്ലെങ്കിൽ ലീലാമ്മ ഇവിടെ വന്ന് പുലരാനേഴര നാഴിക എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് പക്കവാദ്യക്കാർ അതനുസരിച്ച് കേമന്മാരായിരിക്കണം. അപ്പൊ ഈ സാക്ഷാൽ ശ്രീപരമേശ്വരൻ കളിക്കുന്ന നൃത്തത്തിന് പക്കവാദ്യമാരൊക്കെയാ? വാഗ്ദേവി കൃതവല്ലകി, വാഗ്ദേവി ശ്രീ സരസ്വതി, സാക്ഷാൽ നമുക്കൊക്കെ വിദ്യ തരുന്ന, നമ്മൾ പൂജിക്കുന്ന, നമ്മൾ അപേക്ഷിക്കുന്ന, എൻ്റെ മക്കളെ നന്നാക്കണേ, എൻ്റെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണേ, എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി തരണേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന സാക്ഷാൽ സരസ്വതി ദേവി അവിടെ ഇരുന്നുകൊണ്ട് വീണ വായിക്കുക. അപ്പൊ ഇനി ബാക്കിയുള്ളവരോ? ശതമഖോ വേണും കഥപത്മജ, വേണു വായിക്കണം. കുഴല് ആരാ? പത്മജ, പത്മത്തിലുണ്ടായ ശ്രീ ബ്രഹ്മാവ് അവിടെ ഇരുന്നുകൊണ്ട് വേണു വായിക്കണം. കാലോന്നിദ്രകരോ രമാ ഭഗവതി ഗേയ പ്രയോഗാന്വിത മഹാലക്ഷ്മി. വിഷ്ണുസാന്ദ്രമൃദംഗവാദനമഠോ, മൃദംഗം സാക്ഷാൽ മഹാവിഷ്ണു ഇരുന്ന് മൃദംഗം വായിക്കുക. ആ സീനൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് നന്ദിയുടെ കൊമ്പുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയാണ്. അത് രത്നപീഠം വിട്ട് വലിയ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ശ്രീ സാക്ഷാൽ ശ്രീപാർവതി ജഗന്മാതാവ് കാണുകയാണ്. ഈ വിഷ്ണു, ബ്രഹ്മ, ലക്ഷ്മി, സരസ്വതി, ഈ ദേവന്മാരൊക്കെ കൂടി, ഇന്ദ്രൻ മുതലായ ദേവതകളെല്ലാവരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് പക്കവാദ്യങ്ങൾ വായിക്കുകയും താളം പിടിക്കുകയും ആസ്വദിക്കുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ രംഗം, ഇതാണ് പ്രദോഷം. ആ പ്രദോഷ സമയത്ത് സാക്ഷാൽ ശ്രീപരമേശ്വരൻ നടരാജനായിട്ട് ചെയ്ത നൃത്തമാണ് പ്രദോഷ നൃത്തം. സേവന്തേ നമന പ്രദോഷ സമയേ ദേവം മൃഡാനീപതേ. ശ്രീ പരമേശ്വരനെ, ശ്രീ പാർവതീപതിയെ, ഈ ജനങ്ങളുടെ, അതാണ് ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരന്മാരിൽ വെച്ച് കേമൻ പരമേശ്വരൻ, വിശ്വനാഥൻ, ലോകത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ഈ ദേവന്മാരൊക്കെ അവിടെ കൂടിയിരിക്കുന്നു. യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, ഉരുകന്മാര്, ഇവരെല്ലാവരും ഉണ്ട് അവിടെ. തസ്മിൻ മഹേശേ വിധിനേക്യമാനേ സതേ പ്രസീദന്തി സുരാധിനാഥാഹ. ഈ ദേവന്മാർ മുഴുവൻ അവിടെ വന്ന് കൂടി ഇങ്ങനെ ഏവൈ പ്രദോഷ സമയേ പരമേശ്വരസ്യ കുർവന്തി അനന്യ മനസോ അംഗ്രി സരോജ പൂജാം. ആ തൃപ്പാദങ്ങൾ, ആ അംഗ്രികൾ, ആ തൃപ്പാദങ്ങളെ ആ സമയത്ത് പൂജിക്കുവാൻ കിട്ടുന്ന ആ ഭക്തി നമുക്കെന്നാ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇവിടെ അദ്ദേഹം കളിക്കുന്ന കൈലാസത്തിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, പോയില്ല. നമ്മൾ കൈലാസത്തിലേക്ക് പോകണോ? കൈലാസത്തിലേക്ക് പോകുമ്പോ നമ്മളിത് കണ്ടു എന്നുള്ള വിവരം വിളിച്ച് വീട്ടുകാരെ വിളിച്ച് മൊബൈലിൽ വിളിച്ച് പറയാൻ, ഞാൻ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ കൈലാസത്തിലേക്ക്, ശിവപാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അത് വേഗം അമാന്തിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, കിടന്ന് കഷ്ടപ്പെടാതെ നമ്മളെ അവിടെ എത്തിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രാർത്ഥന. മറ്റു പല പ്രാർത്ഥന ഉണ്ടെങ്കിലും അവസാനത്തെ പ്രാർത്ഥന ഇത് തന്നെയാണ്. അനായാസേന വർണ്ണം വിനാദന്യേന ജീവനം ദൈവേ കൃപയാശംഭോ. ആ സമയം വരെ അങ്ങയുടെ സ്മരണ എന്നിൽ നിന്ന് വിട്ടുപോകരുതേ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ കാര്യം ആലോചിക്കണം. ശങ്കരാചാര്യ ആദിശങ്കരൻ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഇവിടുത്തെയൊക്കെ പ്രതിഷ്ഠകളും ആ പൂജാക്രമങ്ങളും ഒക്കെ തീരുമാനിച്ച് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാക്ഷാൽ ഗുരു ആദിശങ്കരൻ ഒരു തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ പുണ്യക്ഷേത്രത്തില്, ശിവക്ഷേത്രമാണത്, അവിടെ ശ്രീ മുരുകൻ തൻ്റെ പിതാവിനെ നമസ്കരിക്കാനായി എത്തിച്ചേർന്ന സ്ഥലം. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോരാതെ അവിടെ തന്നെ നിന്നു. പിന്നെ അദ്ദേഹം ശൂരപത്മനെ വധിച്ച് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വളരെ സന്തോഷത്തോടെ അവിടെ പോയി നിന്നു. ഇപ്പോഴും അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഒന്നാണ് തിരുച്ചെന്തൂര്. ഈ ശങ്കരാചാര്യര് അവിടേക്ക് ദർശനം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വയറുവേദന പോലെ അനുഭവപ്പെട്ടു. അപ്പൊ അദ്ദേഹം ആ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ ഭുജംഗം എന്ന് പറഞ്ഞ ഒരു സ്തോത്രമാണ്.
അതിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ വയറുവേദന മാറാനല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. പ്രശാന്തേന്ദ്രിയേ നഷ്ടസംഖ്യേന്ദ്രിയേ ഭയോത്കമ്പികാത്രേ. ഈ സാക്ഷാൽ ശങ്കരാചാര്യർ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന് അറിയാം 32 വയസ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ബാഹ്യശക്തികളിൽ നിന്നും ധർമ്മത്തെ രക്ഷിച്ച് ആ ധർമ്മത്തിൽ വിശ്വാസമുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ ശ്രീ വടക്കുനാഥൻ, അദ്ദേഹം ശ്രീ പരമേശ്വരൻ തന്നെയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത്. സാക്ഷാൽ ശ്രീ വടക്കുനാഥൻ തന്നെ അരിയാമ്പ ശിവഗുരു ദമ്പതികളുടെ മകനായിട്ട് അവതരിച്ച് നമ്മളെ അനുഗ്രഹിച്ചാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ല. പ്രശാന്തേന്ദ്രിയെ നഷ്ടസംഖ്യേന്ദ്രിയേ കഥോദ്ഗാരിവക്തരെ ഭയോത്കമ്പികാത്രേ. ഇന്ദ്രിയങ്ങൾ നശിച്ച് എന്താണ് എവിടെയാണ് നമ്മൾ കിടക്കണമെന്നോ എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ഇന്ദ്രിയങ്ങൾ നശിച്ച് കഥോദ്ഗാരി വക്തരെ, ഈ കഫം കിടന്ന് മുകളിലേക്ക് താഴേക്ക് വേണ്ടി ശ്വാസം അകത്തേക്ക് പോകില്ല, പുറത്തേക്ക് വരില്ല, ഈ ശ്വാസം വിടുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഞാൻ കിടക്കുമ്പോൾ ശാന്തിയെ പ്രയാണോന്മുഖേ മൈ അനാഥേ തദാനി. ആ പ്രയാണം എത്ര ബന്ധുക്കളുണ്ടെങ്കിലും, എത്ര വേണ്ടപ്പെട്ടവരുണ്ടെങ്കിലും, എത്ര ജോലിക്കാരുണ്ടെങ്കിലും 10,000 പേര് ഓരോരുത്തരുടെ സ്റ്റേജ് അനുസരിച്ച് ഈ ഉള്ളവനാണെന്ന് വെച്ചാൽ മരിക്കാൻ കിടന്നാൽ ഭാര്യയും അന്നുണ്ടെങ്കിൽ, അന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും മക്കളും ഒഴിവുള്ളപ്പോ ഇനി അവർ ജോലി തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഇവർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, ആസ്പത്രിയിലോ വീട്ടിലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച്. തൊട്ടടുത്ത അമ്പലമുണ്ടെങ്കിൽ ആ വീട്ടിൽ വെക്കാൻ പറ്റില്ല, അപ്പൊ ആസ്പത്രിയിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരും. പക്ഷേ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് നാട്ടുകാരൊക്കെ കൂടി വളവ് കൂടിയിട്ടുണ്ടാവും. 12,000 3,000 ആൾക്കാർ വലിപ്പം അനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അവിടെ പുറത്ത് കാത്തു വെക്കും. പക്ഷെ എന്നാലും വൈ അനാഥേ, ആ നേരത്ത് ഞാൻ അനാഥനാണ്, ഒരാളൊന്നും ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റില്ല. ഇവിടെ പാല് കൊടുക്കുമോ? എവിടെ പാല് ഇറങ്ങില്ല. ശ്വാസം വരെ ഇറങ്ങാത്ത സമയത്ത് പാലിറങ്ങുമോ? മൈ അനാഥിന്നതാണ് ധൃതമ്മേ ദയാളോ ഭവാഗ്രേ ഗുഹത്വം. ധൃതം പെട്ടെന്ന് ദയാളനായുള്ള ഗുരുവേ, ഗുഹനെ എന്നെ വന്ന് രക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അദ്ദേഹത്തിന്റെ സമയം എപ്പോഴാണെന്നും എങ്ങനെയാണ് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം പോയത് എങ്ങനെയാ? അദ്ദേഹം എല്ലാ കാര്യങ്ങളും നടത്തി ഒരുവിധം കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയതിന് ശേഷം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച് തീരുമാനിച്ചു. മഠങ്ങൾ സ്ഥാപിച്ചു. തന്റെ ശിഷ്യന്മാരെ ഇരുത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവസാനം കേദാരത്തിന് പോയി. നമ്മള് ഹിമാലയത്തിലുള്ള കേദാരം പുണ്യക്ഷേത്രം, ശ്രീപരമേശ്വരന്റെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേദാരം. ആ കേദാരത്തിന് പോയി ഭഗവാനെ ദർശിച്ച് ഭഗവാനിൽ ഐക്യമാവുകയാണ്. അങ്ങനെയുള്ള ശിവസ്വരൂപിയായിട്ടുള്ള ശങ്കരാചാര്യൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഈ ശ്ലോകം. അപ്പൊ അത് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ശ്ലോകങ്ങള് ഇത്തിരി ബുദ്ധിമുട്ടാണ് പഠിക്കാനൊക്കെ. ഒരു സംസ്കൃതമായിരിക്കും, അല്ലെങ്കിൽ നല്ല കടുപ്പം കൂടിയ മലയാളമായിരിക്കും, വായിച്ചാൽ തന്നെ മനസ്സിലാവാം. അധ്യാത്മരാമായണം നമ്മൾ വായിക്കുന്നു. അധ്യാത്മരാമായണം മലയാളം എനിക്കറിയാം. ജനിച്ചത് മലയാളത്തിലാണ്. തൃശ്ശൂർ ജനിച്ചു, തൃശ്ശൂർ വളർന്നു. 7ാം ക്ലാസ് വരെ തറാപറ മനയൊക്കെ പഠിച്ചു, കുമാരരാശം പഠിച്ചു, ഉള്ളൂര് പഠിച്ചു, ഇതൊക്കെ പഠിച്ചു. മലയാളമൊക്കെ അറിയാൻ നല്ലോണം. പക്ഷേ തുഞ്ചത്താചാര്യൻ ശ്രീരാമനെ വിവരിക്കുമ്പോ, അല്ലെങ്കിൽ ശ്രീപരമേശ്വരൻ പാർവതിക്ക് അരുളി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രാമായണം വായിച്ചു എന്നൊക്കെ പറയുമ്പോ, രാമായണ കഥകളൊക്കെ വിവരിക്കുമ്പോ മുഴുവൻ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, അതിനാണ് ഈ രാമായണം ബ്രഹ്മാവ് 24,000 കോടിയോ ശ്ലോകങ്ങൾ എന്താണെന്ന് കഴിക്കുന്ന പറയുന്നത്. ആ ശ്ലോകങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് യോഗമില്ല, നമുക്ക് വായിക്കാൻ പറ്റൂല. വായിച്ചോട്ട് മനസ്സിലായി എത്ര വലിയ സംസ്കൃത പണ്ഡിതനായാലും മലയാള പണ്ഡിതനായാലും അദ്ദേഹത്തിന് വായിക്കാൻ മനസ്സിലാക്കോളം മുഴുവൻ പറയാൻ പറ്റില്ല. അത് നമുക്ക് ചുരുക്കി ഓരോരുത്തരായിട്ട് തന്നു. അങ്ങനെ തുഞ്ചത്താചാര്യൻ നമുക്ക് അധ്യാത്മരാമായണം തന്നു. ഒന്നുമില്ല 10 പ്രാവശ്യം വായിക്കെങ്കിലും ചെയ്യാം, ദിവസം ഒരു അധ്യായമെങ്കിലും വായിക്കുക. കുറേശ്ശെ എന്തെങ്കിലും മനസ്സിലായി വന്നോളും. അല്ലെങ്കിൽ അതിൽ കാണുന്ന പേരുകള് കൈലാസനാഥൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ചു, ഉമാമഹേശ്വരിക്ക് ഉപദേശിച്ചു, ശ്രീരാമൻ, ദശരഥൻ, ലക്ഷ്മണൻ, സീത, ശത്രുഘ്നൻ, ഭരതൻ, ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കും. രാവണൻ, കുംഭകർണൻ ഒക്കെ നമ്മൾ പേരുകൾ കേൾക്കും. അപ്പൊ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ രാവണൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ശിവഭക്തനാണ്. നമ്മളെ സംബന്ധിക്കുന്ന ഇത് ശിവക്ഷേത്രമാണ്. ശിവരാത്രി മഹാത്മ്യത്തെ പറ്റിയും പ്രദോഷ മഹാത്മ്യത്തെ പറ്റിയും ശ്രീ മഹാദേവന്റെ മഹിമയെ കുറിച്ചൊക്കെ സംസാരിക്കാനോ ആലോചിക്കാനോ ചിന്തിക്കാനോ ഏറ്റവും വലിയ ശിവഭക്തനാണ് രാവണൻ. ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ ഈ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരന്റെ പ്രദോഷത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ശ്രീ പരമേശ്വരന്റെ മഹാത്മ്യം ഒന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ ശിവൻ എന്ന് പറയുന്നു,
ശിവൻ എന്നുള്ള വാക്ക് സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം എന്നൊക്കെ പറയുമ്പോൾ അത് റിലീജിയസ് അല്ല, എല്ലാത്തിനും ഒരേ അർത്ഥമാണ്. അപ്പൊ ശിവ എന്നുള്ള വാക്കിന് നന്മ, ശിവം ശിവകരം എന്ന് പറയും, നന്മ ചെയ്യുന്നവൻ, ശങ്കരൻ. ഇത് നമുക്ക് ഈ ഓരോന്നിനും ഇപ്പൊ ഗുരുവായൂർക്ക് എന്താ അത്ര പ്രാധാന്യം? അവിടെ 2 അത്യുഗ്രൻ ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം, ഗുരുവായൂരപ്പനെ ഇവിടെ വരുത്തി അവിടെ കുടിയിരുത്തിയ മഹിമയൂർ മഹാദേവന്റെ ക്ഷേത്രം, 2 ക്ഷേത്രങ്ങളും ഉണ്ട് ഗുരുവായൂർക്ക് പ്രാധാന്യം. തൃശ്ശൂർ എന്താ പ്രത്യേകത? ശ്രീ വടക്കുനാഥൻ കൈലാസത്തിൽ നിന്നും നേരിട്ട് ശ്രീ പരശുരാമൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് വന്ന് കുടിയേറിയ സ്ഥലമാണ്. കൈലാസത്തിൽ നേരിട്ട് വരിക, അവിടെ വന്ന് കുടിയേറിയ സ്ഥലമാണ് വടക്കുന്നാഥ ക്ഷേത്രം. അപ്പൊ തൃശ്ശൂരിന് തൃശ്ശിവ പേര്, അതാണ് അതിന്റെ പ്രാധാന്യം. ഇവിടെ പിന്നെ ക്ഷേത്രം സ്ഥാപിച്ച ആൾക്കാരുടെ പേര് വെച്ചു, ഓരോന്നിനും ഓരോ പേരുകളുണ്ടല്ലോ. ഗുരു വായു കൂടി സ്ഥാപിച്ചതുകൊണ്ട് ഗുരുവായൂർ പേര് അവർക്ക് സന്തോഷമായിക്കോട്ടെ, നമുക്ക് കൊണ്ട് തന്നില്ല അവര്, അത് ഗുരുവായൂര്. അപ്പൊ ഈ മഹാത്മ്യങ്ങൾ പറഞ്ഞു വന്നപ്പോ വേദത്തിന് പ്രത്യേക മഹാത്മ്യമുണ്ട്. നമ്മുടെ ഹിന്ദു സംസ്കാരത്തില്, നമ്മുടെ ആധ്യാത്മിക സംസ്കാരത്തില് വേദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വേദം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് വെപ്പ്. നമ്മളിപ്പോൾ എല്ലാവരും, നമ്മളാരും വേദം പഠിച്ചവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഉള്ളവരടക്കപ്പെടെ കുറേ പേര്, 90% പേര് വേദം പഠിച്ചിട്ടുണ്ടാവില്ല, അറിയില്ല. നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. നമ്മുടെ പ്രായം അങ്ങനെയായി. നമ്മുടെ ജനിച്ചു പഠിച്ചു, LKG പോയി, UKG പോയി, പിന്നീട് ഞങ്ങളൊക്കെ 1ാം ക്ലാസ്സിലാണ് ചേർന്നത്. LKG UKG അന്നില്ല. അങ്ങനെ 1ാം ക്ലാസ്, 4.5 ക്ലാസ്, 5ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. 5ാം ക്ലാസ് ആകുമ്പോൾ വലിയ ഗ്രേഡായി. 4.5 കഴിഞ്ഞ് 5ലേക്ക് എത്തി, വലിയ ഗ്രേഡായി. അങ്ങനെയൊക്കെ പഠിക്കുന്ന ഈ വേദം പഠിക്കാനോ ശ്ലോകം പഠിക്കാനോ നാരായണീയം വായിക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടായില്ല. പിന്നെ അങ്ങോട്ട് ഹോംവർക്കായി, ട്യൂഷനായി, അച്ഛൻ്റെ അടി, അമ്മയുടെ ചീത്ത, ടീച്ചറുടെ അടി. ഇന്നിപ്പോൾ മാഷും ടീച്ചറൊന്നും ആരെയും അടിക്കില്ല, അമ്മയച്ഛനെ അടിക്കില്ല. അടിച്ചാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. അന്ന് അങ്ങനെയില്ല, കുട്ടടിയാ. അടിയുടെ പാടുകൾ കൂടുന്നുണ്ട് ശരീരത്തിൽ. എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ഒന്ന് ചെറുക്കുകയോ ചെയ്താൽ അപ്പം അടിയാ. അപ്പൊ അങ്ങനെ അതിനൊക്കെ പോയി വന്നപ്പോ വേദം പഠിക്കാനൊന്നും സമയം ഉണ്ടായില്ല. അങ്ങനെ ആ വേദം ആണ് നമ്മളെ ഇപ്പൊ നയിക്കണേന്നാണ് നമ്മുടെ വിശ്വാസം. ശരിയായിരിക്കാം, വേദത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ലഘുവായിട്ട് ഓരോരുത്തർ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രദോഷ സമയത്ത് ഫുഡ് കഴിക്കരുത്, ഗ്രഹണത്തിന് ആഹാരം കഴിക്കരുത്, സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങരുത്, മത്സ്യമാംസാദികൾ വർദ്ധിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കർക്കിടക മാസത്തിലെങ്കിലും വർദ്ധിക്കുക, അല്ലെങ്കിൽ ഏകാദശി ദിവസം ആഹാരം കഴിക്കരുത്. ഇനി ആഹാരം കഴിച്ചാലും അത് മസാലദോശയാവരുത്, ഗോതമ്പുമാവോ പഴമോ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടു നടക്കുന്ന ആ വേദം, അത് ഈ വേദത്തിന് എന്താ അത്ര പ്രാധാന്യം? അപ്പൊ വേദത്തിന്റെ 4 വേദമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. വേദവ്യാസനാണ് 4 വേദമായിട്ട് ഡിവിഷനാക്കി ക്ലാസ് തിരിച്ച് നീതി പഠിക്കുക എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ഇതൊക്കെ ലഘൂകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക, സാധാരണക്കാർക്ക് കൊടുക്കുക എന്നും പറഞ്ഞ് വേദവ്യാസനാണെന്ന് തീരുമാനിച്ച് ആ വേദത്തില്, വേദവ്യാസൻ നമ്മൾ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. വ്യാസം വസിഷ്ഠാരം വ്യാസായ വിഷ്ണുരൂപായ എന്നൊക്കെ നമ്മൾ വേദവ്യാസനെ പ്രാർത്ഥിക്കണം. ആ വേദവ്യാസൻ വേദം തിരിച്ചതില് യജുർവേദം, അതിൽ 2 ഭാഗമായിട്ട് കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം 2ആയിട്ട് തിരിച്ചു. ആ ഒരു ഭാഗത്തില് എത്രയോ അധ്യായങ്ങള്, എത്രയോ പോർഷൻ. ആ പോർഷനില് ഒരു പോർഷനില് ശ്രീരുദ്രം എന്ന് പറഞ്ഞ ഒരു തലക്കെട്ട്, ഒരു സബ് ടൈറ്റിൽ ശ്രീരുദ്രം. ശ്രീരുദ്രം ഇവിടെ മന്നൂർ അമ്പലത്തിൽ പറഞ്ഞ ആൾക്കാരായതും നമ്മളൊക്കെ ശ്രീരുദ്രം കേട്ടിട്ടുണ്ടാവും. ഇവിടെ അതിരുദ്രങ്ങളും മഹാരുദ്രങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ മന്നൂർ ക്ഷേത്രം. അത് നമ്മുടെ അടുത്ത ശിവക്ഷേത്രത്തിലെങ്കിലും ഇതുണ്ടാവും, ചടങ്ങുണ്ടാവും. ഈ ശ്രീരുദ്രം എന്ന് പറഞ്ഞ ഒരു അധ്യായം ഈ വേദത്തിൽ വരുന്നു. ആ അധ്യായത്തിന്റെ എന്താ പ്രത്യേകത? അതിൽ 11 അനുവാദങ്ങളാണ്. നമസ്തേ രുദ്രമന്യവ എന്ന് തുടങ്ങി 11 അനുവാദങ്ങളാണ് ഈ ശ്രീരുദ്ര ജപത്തിലുള്ളത്. അതിന്റെ സെന്ററിലായിട്ട് 8ാം അധ്യായത്തില് നമസ്സോമായ ച രുദ്രായ ച നമസ്താമ്രായ ച എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അനുവാദമുണ്ട് ശ്രീരുദ്രത്തിൽ. അതിന്റെ നടുവിലായിട്ട് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ പേരുകളുണ്ട്. നമ ശിവായ ച ശിവധരായ ച ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവധരായ ച നമസ്തീർത്യായ ച പൂജ്യായ ച. ഈ പേര് ആദ്യമായിട്ട് വരണത് ഈ ശ്രീരുദ്രത്തിന്റെ 8ാം അനുവാദത്തിലാണ്. നമകം എന്ന് പറയുന്ന ആ ശ്രീരുദ്രത്തിന്റെ 8ാം അനുവാദത്തിലാണ്
ഈ പേര് വരുന്നത്. ഈ പേര് വരുന്നത് കൊണ്ട് ആ ശ്രീരുദ്രത്തിന് എങ്ങനെ ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും ഉള്ളത് നമ്മൾ ഗുരുവായൂർക്ക് എത്ര പേര് വന്നുവോ അതേപോലെ ഈ ശ്രീരുദ്രത്തിന്റെ ഉള്ളില് ഈ സാക്ഷാൽ ശ്രീപരി നമ ശങ്കരായന്റെ മയസ്കരായന്റെ ശങ്കരൻ നല്ലത് ചെയ്യുന്നവൻ ശങ്കരഹ ശങ്കരഹ ശങ്കരൻ മയസ്കരഹ മയ നന്മ ചെയ്യുന്നവൻ ശിവായച്ച ശിവധരായച്ച എന്ന് പറഞ്ഞ് ശ്രീ പരമേശ്വരന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഈ ശ്രീരുദ്രത്തിന്റെ 8ാം അനുഭാഗത്തിൽ വരുന്നത് കൊണ്ട് ശ്രീരുദ്ര കേമനായി. എത്രയോ വേദഭാഗങ്ങളുണ്ടെങ്കിലും വേദലക്ഷാർച്ചന എന്നൊക്കെ പറഞ്ഞ ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്. വേദലക്ഷാർച്ചനയെക്കാളും ഒക്കെ കേമായിട്ടാണ് ഈ അതിരുദ്രം ശ്രീരുദ്രം മഹാരുദ്രത്തിനൊക്കെ ജനങ്ങൾ ദർശിക്കാനെത്തുന്നതും അതിന്റെ അഭിഷേകം കാണാനും അത് കഴിഞ്ഞുള്ള ഹോമം കാണാനും ഒക്കെ എത്തുന്നത്. അപ്പൊ ആ ശ്രീരുദ്രത്തിന് ആ മഹാത്മ്യം വന്നു. ഇദ്ദേഹത്തിന്റെ പേരുള്ളത് കൊണ്ട് ആ ശ്രീരുദ്രം ഉള്ളത് കൊണ്ട് ആ യജുർവേദത്തിന് ഒരു പ്രാധാന്യം കിട്ടി. യജുർവേദം ഉൾക്കൊണ്ടതായതുകൊണ്ട് വേദത്തിന് പ്രാധാന്യം കിട്ടി. ഈ വേദമാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്ക് വന്നു. ആ വേദം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും പ്രാധാന്യമാണ് അദ്ദേഹത്തിന്റെ മഹിമ, ആ നാമത്തിന്റെ മഹിമ. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകേണ്ടി വരും. അപ്പൊ ഈ മഹിമ എന്ന് പറയുമ്പോൾ ആ വാക്കിനും ഏതാണ്ട് ഗ്രേറ്റ്നെസ്, സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗ്രേറ്റ്നെസ്, മഹാത്മ്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. മഹാ എന്ന് പറഞ്ഞാൽ തന്നെ വലുത് എന്നുള്ളതാണ്. മഹാദേവൻ, നമ്മൾ ഇദ്ദേഹത്തിന് മാത്രമേ മഹാദേവൻ എന്ന് പറയുള്ളൂ. അപ്പൊ മഹാദേവൻ എന്ന് വലിയ, അപ്പൊ മഹിമ എന്ന് പറഞ്ഞാൽ അതിന്റെ മഹാത്മ്യം, അതിന്റെ പ്രാധാന്യം, അതിന്റെ കേമത്വം, നാടൻ മലയാളത്തിലൂടെ കേമത്വം. ആ മഹാദേവന്റെ മഹിമ ചൊരിഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം. ഇതിന് മഹാദേവൻ നമ്മളിൽ ചൊരിയുന്ന കരുണ ഒരു ചെറിയ എക്സാമ്പിളാണ്. സാക്ഷാൽ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചത്. നമുക്കറിയാം, ദേവകിക്കും വസുദേവർക്കും തൻ്റെ അമ്മാവൻ ഒരുക്കി കൊടുത്ത, സാധാരണ അമ്മാവന്മാര് പെങ്ങൾ പ്രസവിക്കാൻ വന്നാൽ അവരെ വളരെ നല്ല സ്ഥിതിയിൽ നല്ല ബെഡിലൊക്കെ കിടത്തി നല്ല റൂമിലൊക്കെ കിട്ടിയപ്പോഴാണ് AC ഒക്കെ കിട്ടുക. ആവശ്യത്തിന് AC, കൂടുതൽ AC ആയ കുട്ടിക്ക് ദോഷം, അമ്മയ്ക്ക് ദോഷം. വളരെ മിനിമം ആയിട്ടുള്ള AC ഒക്കെ ഫിറ്റ് ചെയ്ത്, അതായത് തണുത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ഹീറ്ററൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് സഹോദരിയെ സംരക്ഷിക്കും. സഹോദരിക്ക് ഉണ്ടാവുന്ന കുട്ടിയെ എടുത്ത് ലാളിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇവിടെ ഇദ്ദേഹം എല്ലാ വീട്ടിലും വ്യത്യസ്തനാണ്. അപ്പൊ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അമ്മയെയും അച്ഛനെയും സ്വന്തം മാമൻ ജയിലിലടച്ചു. കാവൽക്കാരെ നിയമിക്കും. വളരെ സ്ട്രിക്റ്റ് SGPT എന്നൊക്കെ പറയണോ ഇല്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു ഇല അനങ്ങില്ല അവരറിയാതെ. അവിടെ താമസിപ്പിച്ചു. 7 കുട്ടികളുണ്ടായി. 7 പേരെ അയാൾ കയ്യോട് എടുത്തുകൊണ്ട് പോയിട്ട് സ്വർഗത്തിലേക്ക് വിട്ടു. 8ാമത് കുട്ടി ജനിച്ചു, അഷ്ടമൻ. അതാണ് ഇപ്പോഴും ആൾക്കാർക്ക് അഷ്ടമി എന്ന് പറഞ്ഞാൽ പേടിയാ, അഷ്ടമൻ. അപ്പൊ അഷ്ടമനാണ് നിന്റെ കാലൻ എന്ന് പറഞ്ഞ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംസനോട്. അപ്പൊ 8ാമത്തെ ആള് ജനിക്കുമ്പോ വളരെ നല്ല ഇതായിരുന്നു. 8ാമത്തെ ആള് ജനിച്ചു. പക്ഷെ അതിന് മുമ്പേ പല ഏർപ്പാടുകൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 8ാമത് ജനിച്ച കുട്ടിയെ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് അവിടുന്ന് വേറൊരു കുട്ടിയെ കൊണ്ട് ഇവിടെ കിടത്തിയൊക്കെ ചെയ്ത ചരിത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ദിവസേന തലയിൽ കൊട്ടയിൽ വെച്ച് കൊണ്ടുപോയി നദിയിൽ പോകണു, യമുനാ നദി കരകവിഞ്ഞ് ഒഴുകണോ, പ്രളയം വരണോ, പക്ഷെ മഴ പെയ്യണോ, ഇതൊന്നും കുട്ടിയെ ബാധിക്കാത്ത രീതിയിൽ ആദിശേഷൻ കൊടയും പിടിച്ച് വസുദേവരുടെ തലയിൽ നിൽക്കണോ, കുട്ടിയെ നനയ്ക്കില്ല, വസുദേവരെ നനയ്ക്കില്ല, പുഴ വഴിമാറി കൊടുക്കണോ, അവിടെ കൊണ്ടുപോയി കിടത്തി. നന്ദഗോപരുടെ വീട്ടിലോട്ട് കിടത്തി. അവിടെ ജനിച്ച പെൺകുട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ദുർഗാദേവി സാക്ഷാൽ ശ്രീപരമേശ്വരി നാരായണി എന്ന് നമ്മൾ, നാരായണന്റെ സഹോദരി നാരായണി. ആ നാരായണിയെ ഇവിടെ കൊണ്ട് കിടത്തി. നാരായണിയെ കംസൻ വധിക്കാൻ ശ്രമിക്കണോ, പക്ഷെ നാരായണി കംസനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തമാശ പറഞ്ഞിട്ട് വെച്ചിട്ട് നാരായണി കൈലാസത്തിലേക്ക് പോവാൻ ശിവന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഈ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് മരണം വരും. സാക്ഷാൽ ശ്രീകൃഷ്ണൻ മനുഷ്യനായിട്ട് ജനിച്ചു. അപ്പൊ ദ്വാരകയില് കടൽ കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാല് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ സമാധി സ്ഥലമുണ്ട്. നമ്മുടെ മനസ്സിൽ എന്നും കളിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന് മരണമില്ല. പക്ഷേ മനുഷ്യനായിട്ട് ജനിച്ച ശ്രീകൃഷ്ണൻ സമാധിയായി. ആ സമാധി ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്റെ ഉറ്റ അനുയായി ആ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, അച്ഛനും അമ്മയും മാത്രാച്ച പിത്രാച്ച തഥോദ്ധവേന സപൂജിതായാസ്തു നമോ നമസ്തേ. അനന്തരാം ദീക്ഷിതര്, ശ്രീ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന അനന്തരാം ദീക്ഷിതര്
കാര്യം ചെയ്തിട്ട് 35-40 വർഷങ്ങളായി. നാരായണീയം ശ്ലോകം തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ബോംബെയിലും ഒക്കെ ഇത്രയും പ്രചാരം കൊടുത്തത് അനന്തരാമ ദീക്ഷിതനായിരുന്നു. അദ്ദേഹം രചിച്ച ശ്ലോകമാണ്. മാതാവും പിതാവും പൂജിച്ച് അതിനുശേഷം ഉദ്ധവരുടെ കയ്യിൽ കിട്ടിയ ആ വിഗ്രഹം എന്റെ മനസ്സിലേക്ക് കുടികൊള്ളേന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ വിഗ്രഹം ശ്രീകൃഷ്ണൻ ഉദ്ധവരെ ഏൽപ്പിച്ചു. ഈ വിഗ്രഹം കൊണ്ട് നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. ഈ ജനങ്ങൾക്ക് ഈ പ്രളയത്തിൽ ഒഴുകി പോയിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് നന്മ വരാനായിട്ട് ഇതുകൊണ്ട് നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉദ്ധവര ചുമതല ഗുരുവിനെ വായുവിനെ ഏൽപ്പിച്ചു. ഗുരു ബുദ്ധിയുടെ ആളാണ്. വായു എന്ന് പറയുമ്പോൾ എവിടേക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാൻ പറ്റാവുന്ന ആളാണ്. ഇവരെ ഏൽപ്പിച്ചു. അവരവിടെ അത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കുന്ന ആ ഗുരുവായൂരിനെ തൊഴുതുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവരും ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളും സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹമാണ് നമ്മളിപ്പോ മഹാവിഷ്ണു ആ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഗുരുവായൂരപ്പൻ ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. അത് നമ്മളറിയാം. ആ പ്രതിഷ്ഠിക്കാൻ എന്താ കാര്യം? ഇവരിതും കൊണ്ട് നടന്നു, ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഇത് പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം അവർ കണ്ടെത്തി. സാക്ഷാൽ നിയന്താക്കളായ ശ്രീപാർവതി ശ്രീ പരമേശ്വരനും ആനന്ദ നടത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭവ്യമായ ഒരു കുളത്തിന്റെ കരയിൽ അവിടെ നോക്കിയപ്പോൾ ഈ സ്ഥലമാണ് ഇതിന് നല്ലത് എന്ന് അവർ തീരുമാനിച്ചു. അവിടെ കൊണ്ട് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അപ്പൊ അവിടെ പ്രതിഷ്ഠിപ്പിക്കാൻ കാരണമായ ശ്രീ പരമേശ്വരൻ തന്റെ മഹിമ അവിടെ കാണിച്ചു. അവിടുന്ന് ഒരു കിലോമീറ്റർ വടക്കോട്ട് മാറി അദ്ദേഹം ഒന്ന് സ്ഥിതി ചെയ്തു. ശ്രീ പരമേശ്വരൻ 1 കിലോമീറ്റർ വടക്കോട്ട് മാറി ഒന്ന് സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് ഈ അനന്തരാമ ദീക്ഷിതർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇതിന് പുസ്തകത്തില് രേഖയുള്ളതായിട്ട് എനിക്ക് അറിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പത്തില് സ്കൂളിൽ വിട്ടു വന്നതിനെ കുറച്ച് നേരം അമ്പലത്തിൽ പോയിട്ട് പിന്നെയൊക്കെ പ്രഭാഷണം വന്നിട്ട് കേൾക്കും. അത് കഴിഞ്ഞാൽ പ്രസാദം കിട്ടും. അപ്പൊ പ്രസാദത്തിന്റെ ആഗ്രഹത്തിലാണ് ഈ പോണത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇത്. അപ്പൊ ആ സ്ഥലം അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത് വടക്കോട്ട് മാറി. ധാരാളം പേര് വരാനുള്ള സൗകര്യം അവിടെ സെന്ററിലാണ്. അപ്പൊ അല്പം വടക്കോട്ട് മാറി വന്ന് കുടിയേറിയിരിക്കുകയാണ് മഹിമയൂര്. ആ മഹിമയൂർ എന്ന് പറഞ്ഞാൽ മഹിമ ചൊല്ലുന്ന ആ ശ്രീ മഹാദേവന്റെ സവിധത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കണേ. അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മഹിമകൾ പറയുന്ന ശിവമഹിമ പറയുമ്പോൾ ഒരു മഹിമ അതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഈ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ വല്ലപ്പോഴും 1 കൊല്ലത്തിൽ 1 കിലോ 2 കൊല്ലത്തിൽ 1 കിലോ എപ്പോഴെങ്കിലും വന്ന് മാസത്തിൽ 1 കിലോ വന്ന് തൊഴുതു പോകണം. ഇപ്പൊ പഴയമാതിരി മാസത്തിൽ 1 കിലോ ഒന്നും തൊഴാൻ പറ്റില്ല. ഈ ഉള്ളവനൊക്കെ ചെറുപ്പകാലത്ത് ഒരു ദിവസം രാത്രി വരും. രാത്രി വന്നിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഒരു 2 മണി കഴിഞ്ഞാൽ ഒന്ന് കുളിക്കും. ആ കുളിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി നിൽക്കും. 3 മണിക്ക് അത് തുറക്കും. ലീലാമ്മ അവിടെ നിന്ന് പുലരാനായിട്ട് നാഴികൾ പറഞ്ഞ് പാട്ട് പാടി വളരെ മണിയടിച്ചു തുറന്നു തൊഴുതു. 5 മണിക്ക് വീട്ടിൽ പോയി ജോലിക്ക് പോയി. 8 മണിക്ക് ജോലിക്ക് പോയി. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. ഇപ്പൊ രാത്രി ഏതാണ്ട് 10 മണിക്ക് തന്നെ കാലത്ത് തൊടാനായിട്ട് വാഗച്ചാർക്ക് തൊടാനായിട്ട് ക്യൂവിൽ നിൽക്കുക, ക്യൂവിൽ ഇരിക്കുക, കിടക്കുക ആൾക്കാർ. അന്നപ്പോ അങ്ങനെ പറ്റിയിരുന്നു. ആ നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തിൽ കുളിച്ചു എന്ന് പറയുമ്പോ ആ കുളത്തിന്റെ പേര് രുദ്രതീർത്ഥം എന്നാണ്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഈ ഗുരുവായൂരപ്പന്റെ കാലിന്റെ അടിയിലുള്ള കുളത്തിന്റെ എന്താ രുദ്രതീർത്ഥം എന്ന് പേര്? നാരായണ തീർത്ഥം എന്ന് വെച്ചൂടെ? നാരായണ തീർത്ഥം അല്ലേ അത്? ഗുരുവായൂരപ്പന്റെ കാലിൽ കിടക്കണേ. അപ്പോഴാണ് പറഞ്ഞേ അപ്പോഴാണ് ഈ ചരിത്രം പറഞ്ഞത്. ഈ രുദ്രൻ താമസിച്ചിരുന്ന, നൃത്തം പാടിക്കൊണ്ടിരുന്ന, അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന, ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന പുണ്യ സങ്കേതമാണ് ആ കുളം. അതാണ് അതിന് രുദ്രതീർത്ഥം എന്ന് പേര്. ഈ രുദ്ര എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഇരുട്ട്, രുദ്ര എന്ന് പറയുമ്പോ ഈ മനസ്സലിവ്. അപ്പൊ ഇരുട്ടിനെ അവൻ ഗുരു എന്ന് പറയുമ്പോ രു എന്ന് പറയുമ്പോ ഇരുട്ട്, ഗുരു ഇരുട്ടിനെ മാറ്റുന്നവൻ ഗുരു. അതേപോലെ രുദ്രൻ നമ്മുടെ ദുരിതങ്ങളെ മാറ്റി മനസ്സലിവോടുകൂടി നമ്മളെ അനുഗ്രഹിക്കുന്നവൻ. ആർദ്രതയുള്ള മനസ്സിന്റെ അധിപതിയാണ് ശ്രീരുദ്രൻ. അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങള് ഇനിയും ധാരാളം നമുക്ക് ഉണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നാലും ഇങ്ങനെ ശിവരാത്രി കഴിഞ്ഞും നമ്മൾ അറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് സ്പർശിച്ചുകൊണ്ട് അത് ഈ മനസ്സിൽ തോന്നണം. ആ നേരത്ത് നല്ലത് തോന്നണം. ആ തോന്നുമ്പോൾ പറയാൻ പറ്റണം. ഒരുപാട് സംഗതികളുള്ളത്. ഒരുപാട് ചെറിയൊരു കാര്യമാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇതൊരു ഉറുമ്പ് അല്ലെങ്കിൽ 8 കാലി എന്നാ ആനയെ കണ്ട അങ്ങനെ വിവരിക്കാൻ പറ്റുമോ?
ആന എന്ന് പറയുന്നത് വലിയ സാധനമാണ്. ഇതിനെ മുഴുവൻ വിവരിച്ച് കണ്ടെങ്കിൽ 5-6 ദിവസം പിടിക്കും. അതേപോലെയാണ് ഈ ശ്രീരുദ്രന്റെ മഹാത്മ്യം, ശിവമഹിമ, പ്രബോധത്തിന്റെ മഹാത്മ്യം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. ആ ശ്രീരുദ്രന്റെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് സ്പർശിച്ചുകൊണ്ട് ഈ ശിവപുരാണം എന്ന് പറഞ്ഞാൽ, ശിവപുരാണങ്ങൾ ഒരുപാടുണ്ടാവും, സംസ്കൃതത്തിലും അതിൻ്റെ മറ്റ് ഭാഷകളിലും ഒരുപാടുണ്ടാവും. അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തമിഴിലേക്കും ഒക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നേരത്തെ പറഞ്ഞ കുഞ്ചത്താചാര്യന്റെ പോലെ കുഞ്ചൻ ആചാര്യൻ ലളിതമായ ഭാഷയിൽ നമുക്കൊക്കെ ഈ ഉള്ളവരെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ ഈ പ്രദോഷത്തിന്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. ഒരു 5-6 വരി നമുക്ക് അതിന്ന് സ്മരിച്ചു നോക്കാം. നൈമിഷാരണ്യെ വസിച്ചിരുന്ന മാമുനീന്ദ്രന്മാർ ചെയ്തു പിന്നെയും ചൊല്ലിച്ചു ഇനിയും സൂത മഹാമതേ വല്ലപാണാരി മഹാത്മ്യം മനോഹരം. സൂത മഹർഷി നൈമിഷാരണ്യത്തില് ഇരുന്നു. അവിടെ ഭാഗവതം പറഞ്ഞു കൊടുത്തു. മറ്റു ഋഷിമാർക്കും മുനിമാർക്കും ദേവന്മാര് വരെ വന്ന് കേട്ടുന്ന പറഞ്ഞ ആ ഭാഗവതം പറഞ്ഞു കൊടുത്ത ആ സൂതനോട് ഈ മുല്ലപാണാരി എന്ന് പറഞ്ഞാൽ മന്മഥനെ നശിപ്പിച്ചവൻ, തന്റെ 3ാമത്തെ കണ്ണുകൊണ്ട് ചുട്ടരിച്ചാണ് മന്മഥനെ നശിപ്പിച്ചത് ഇദ്ദേഹം. അപ്പോ മന്മഥനാശനായിട്ടുള്ള ശ്രീ മഹാദേവന്റെ മഹാത്മ്യങ്ങൾ കുറച്ച് ചൊല്ലൂ എന്ന് പറഞ്ഞ് സൂതമഹാമുനിയോട് മറ്റുള്ളവർ അഭ്യർത്ഥിക്കുകയാണ്. ശങ്കരാരാധനം കൊണ്ട് മഹാമോഹ സങ്കടം തീരുമെന്നല്ലോ. മഹാമോഹങ്ങളും സങ്കടങ്ങളും, ഈ മോഹം എന്ന് പറയുമ്പോൾ മോഹം തന്നെ സങ്കടം എന്നാണ്. മോഹം എന്ന് പറഞ്ഞാൽ IAS പാസ്സാവണം, കളക്ടർ ആവണം, ഡെപ്യൂട്ടി സെക്രട്ടറി ആവണം, പ്രധാനമന്ത്രിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആവണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മോഹം ഉണ്ടാവും. അതേമാതിരി ഏറ്റവും വലിയ കച്ചവട സ്ഥാപനത്തിനേക്കാളും 1 പടി കൂടുതലുള്ള കച്ചവടം, 1 കിലോ എങ്കിലും കൂടുതൽ വിൽക്കുക, അല്ലെങ്കിൽ 1 മീറ്റർ തുണിയെങ്കിലും, അല്ലെങ്കിൽ 1 ഗ്രാം സ്വർണ്ണമെങ്കിലും കൂടുതൽ വിൽക്കുന്ന ജ്വല്ലറി ഓണർ ആവണം, തുണിക്കട ഓണർ ആവണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മുടെ പരിധിക്ക് വിട്ടിട്ടുള്ളത് മോഹം നാശകരമാണ്. നമ്മുടെ പരിധിക്കുള്ള മോഹം നമ്മൾ ആ പാട്ടു നല്ലതാവണം, നല്ലവനാവണം, നന്നായിട്ട് പഠിക്കണം, മറ്റുള്ളവര് നല്ലവനാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ പൊട്ടയാണ് എന്ന് പറയാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം. എല്ലാവരെയും സ്നേഹിക്കണം. പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം, ചിലർ 10 ലക്ഷം രൂപ സംഭാവന കൊടുക്കും, അതിരുദ്ര മഹായജ്ഞം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം 50 ലക്ഷം, 1 കോടി, 10 ലക്ഷം. ഇപ്പോ മഹാകുംഭമേള നടക്കുന്നു. മഹാകുംഭമേളയില് വരുന്നവർക്ക് ദിവസം 1.25 കോടി ജനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണം. നമ്മളിപ്പോ ശബരിമലയ്ക്ക് പോകുമ്പോൾ കാണാം പല ദിക്കിലും അന്നദാനം കൊടുക്കണം. ഒരു 100 ആള്, 150 ആള്, 200 ആള് നമ്മൾ അവിടെ പോയി ആഹാരം കഴിക്കണം. അവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അയ്യപ്പന്മാർക്ക് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണമാണെന്ന് ഉറപ്പാണ്. അവിടെ പോവുക, അവിടെ നിന്ന് അവർ തരുന്ന ആഹാരം കഴിക്കുക. ചിലപ്പോൾ മോരുണ്ടാവില്ല, അല്ലെങ്കിൽ തോരൻ ഉണ്ടാവില്ല, ഉള്ളത് കഴിക്കുക, നമ്മുടെ വിശപ്പ് മാറ്റാൻ. ധർമ്മശാസ്താവിനെ ചെന്ന് കാണാൻ നമുക്ക് പറ്റാവുന്ന ആരോഗ്യം തരാനായിട്ടുള്ള ആഹാരം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് കഴിക്കുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന സംഭാവന അവിടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ അന്നദാനം. അതേമാതിരി മഹാകുംഭമേളയില് കോടിക്കണക്കിന് ആൾക്കാരെ വന്നു പോണേ. കോടിക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ കോടിക്കണക്കിന് അന്നത്തിനും ആഹാരത്തിനും ചായക്കും ഏർപ്പാട് വേണ്ടി വരും. അതൊക്കെ ധാരാളം കോടിക്കണക്കിന് രൂപ കൊടുത്ത ആൾക്കാരുണ്ട്. 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. അങ്ങനെ ആ ചെറിയ ചെറിയ സഹായങ്ങൾ വെച്ച്, അതേമാതിരി നമ്മുടെ മോഹം ഒരു അളവിൽ, ഒരു പരിധിയിലിരിക്കണം. അയ്യോ, എനിക്ക് 50,000 കൊടുക്കാൻ പറ്റിയില്ലോ, കുംഭമേളയിൽ 50,000 കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ അയ്യപ്പനെ സ്വർണ്ണ അങ്കി ചാർത്താൻ മേടിച്ചു കൊടുക്കാൻ എനിക്ക് വകയില്ല, അല്ലെങ്കിൽ മമ്മിയൂർ അമ്പലത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണ പരിപാടിയിൽ ഒരു 10 കോടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കില്ല. 10 രൂപ ഞാൻ അവിടെ കൊണ്ട് പണ്ടാട്ടിലിട്ടു, അത് അവരെടുത്ത് പണിതോളും. അപ്പൊ അങ്ങനെ ആ മോഹം ആവശ്യത്തിനുള്ള മോഹമായിരിക്കണം. ആ മോഹം നാശത്തിന് വഴിയാവരുത്. അങ്ങനെയുള്ള മഹാമോഹം നിമിത്തം ഉണ്ടാകുന്ന ദുരിതങ്ങൾ തീരാൻ ശ്രീ പരമേശ്വരന്റെ പൂജ കൊണ്ട് എന്ത് ഫലം, എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് സൂത മഹർഷിയോട് മറ്റുള്ള മുനിമാരും മുഴുവൻ ആവശ്യപ്പെടാണ്. ശങ്കയില്ലേതിനേസാരം ശിവാർച്ചനം തൽകഥാ വർണ്ണന കർണനധ്യാനവും എങ്കിൽ നീ ചൊല്ലുവടോ സംസാരമാകുന്ന വൻകടൽ പാരം കടന്നു വാണിയിടുവാൻ. അപ്പൊ കടൽ, നമ്മളിപ്പോ അത്യാവശ്യം നമ്മുടെ കുളത്തിൽ നീന്തണം, അമ്മീർ കുളത്തിൽ ഇവിടുന്ന് നീന്തി അക്കരെ എത്തണം.
കുറച്ചുകൂടി വലുതാണ് ആ കുളം, അവിടെ നീന്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പീച്ചിക്ക് പോയിട്ട് പീച്ചി ഡാമിൽ ഇക്കരയിൽ അക്കര കടക്കണം, പറ്റില്ല. അപ്പൊ കടലിലെ സ്ഥിതി ആലോചിക്കുമ്പോൾ ഒരു കടലിന്റെ ഒരു കരയിൽ നിന്നുകൊണ്ട് മറ്റേ കരയിൽ നീന്തി പോവാ എത്ര ബുദ്ധിമുട്ടുള്ളതാണ്. അതേമാതിരിയാണ് സംസാരം. സംസാരം എന്ന് പറഞ്ഞ ജീവിതം, ഈ മനുഷ്യ ജീവിതം, ഇതങ്ങനെ പെട്ടെന്ന് കടന്നു പോവാൻ. ഒരു ബോധമായി വരിക നാരായണായ നമ. ആചാര്യൻ നാരായണ നാമത്തിൽ പറഞ്ഞു, ഈ സംസാര സാഗരം കടന്നു പോകാൻ ഒരു ബോധമായി വരിക നാരായണായ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് കടക്കാനായിട്ട് ഒരു തോണിയായിട്ട് വന്നതിനെ അനുഗ്രഹിക്കാം. ഒരു ബോധം. നമ്മുടെ ഈ ഗുഹനും ബോധത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഗുഹനും ശ്രീരാമനും തമ്മിലുള്ള ഒരു സംവാദം. ശ്രീരാമൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലേക്ക് പോയിട്ടില്ല, ഗംഗ അവിടെ കിടന്ന് സാഗരം പോലെ ഒഴുകുക ഗംഗ. എന്നിട്ട് ഗംഗ എങ്ങനെയാ? ആ സാഗരം പോലെ ഒഴുകുന്ന ഗംഗയെ കടന്നിട്ട് വേണം കാട്ടിലേക്ക് പോവാൻ. അപ്പൊ ഇതെങ്ങനെ കടക്കാതെ ആലോചിച്ചപ്പോഴാണ് അവിടുന്ന് ഓടി വരുന്നു ഈ വഞ്ചിക്കാരുടെ നേതാവ്, അവരുടെ രാജാവ് ഗുഹൻ. ഓടി വന്നു, നമസ്കരിക്കണോ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇങ്ങനെ അന്ന് കാലത്ത് രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ സ്പൈ ഉണ്ടാവും. അവിടെ നടക്കണ എന്താ, അപ്പുറത്തെ രാജ്യത്ത് ഇതും നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ നടക്കണമെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിൽ നടക്കണം മാത്രം അറിഞ്ഞാൽ പോരാ, അപ്പുറത്ത് നടക്കണമെന്ന് അറിയണം. അത് നമുക്കൊരു ദോഷം ചെയ്താലോ അതുകൂടി അറിയണം. അങ്ങനെ ഗുഹൻ കാര്യങ്ങൾ പറഞ്ഞു ഓടിപ്പോയി ശ്രീരാമനെ നമസ്കരിച്ചു. അച്ഛൻ പറഞ്ഞത് കേട്ട് കാട്ടിലേക്ക് പോകാൻ ഭാര്യനെയും അനിയനെയും കൊണ്ട് വന്ന ആ മഹാമനസ്കനെ നമസ്കരിച്ച് അപ്പുറത്തേക്ക് ഞാൻ കടത്തിവിടാം, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരാഴ്ചയായി മറ്റു ട്രാഫിക്കൊക്കെ നിരോധിച്ചിരിക്കുക. ഇവിടെ പ്രധാനമന്ത്രി ഗുരുവായൂർ തൊഴാൻ വന്നാൽ ചിലപ്പോൾ നമുക്ക് നാളെ തൊഴാൻ പറ്റുള്ളൂ, ഇന്ന് തൊഴാൻ പറ്റില്ല, നമ്മളെയൊക്കെ മാറ്റി നിർത്തും. അതേമാതിരി ശ്രീരാമന്റെ വരവിന് വേണ്ടി ഗംഗയെ കടത്തി ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് 500 തോണി റെഡിയാക്കി വെച്ച്, രാഗെ 3 ആളേ ഉള്ളൂ, 500 തോണി റെഡിയാക്കി വെച്ചിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. വന്നു, കഴുകി വൃത്തിയാക്കി വെടുപ്പാക്കി പെയിന്റൊക്കെ അടിച്ച് ഡീസൻ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ തോണിയിൽ കയറാൻ പറഞ്ഞു. തോണിയിൽ കയറി, 3 പേര് കയറി. ഇയാൾ തന്നെ തുഴഞ്ഞു, രാജാവ് തന്നെ തോണി തുഴയാണ്. തുഴഞ്ഞ് അക്കരയിൽ കൊണ്ടുവിട്ടു. അക്കരയിൽ കൊണ്ടുവിട്ടിട്ട് അപ്പോ ഇത് അവിടുന്ന് രാമൻ കാട്ടിലേക്ക് പോയി. ഇപ്പൊ നമുക്ക് അറിയണം ചരിത്രം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ചില ആചാര്യന്മാർ ഓരോ തമാശ പോലെ പറയുന്ന എന്നാ വളരെ കാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഈ ലക്ഷ്മണന്റെ മനസ്സിൽ തോന്നിയിത്ര, എന്റെ ജ്യേഷ്ഠനും ഈ ഗുഹനും തമ്മിൽ ഒരു മാറ്റമില്ല. എന്താ, 2 പേരും കടത്തുകാരാണ്. കടത്തുകാരൻ. രാമൻ എങ്ങനെയാണ്? രാജാവിന്റെ മകൻ 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അയോധ്യയിലെ രാജാവാവും. ഈ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അയോധ്യയിൽ ഇരുന്നുകൊണ്ട് ദശരഥ മഹാരാജാവ്. അദ്ദേഹത്തിന്റെ മകൻ അവിടെ 14 കൊല്ലം കഴിഞ്ഞ് അവിടെ പോയി രാജാവാണ്. അത്ര വലിയ രാജാവ് കടത്തുകാരൻ എന്ന് പറഞ്ഞാൽ എന്താത്? അപ്പോഴാണ് പറഞ്ഞു, ആ ആചാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഗംഗയെ കടത്തിവിടാൻ, ഗംഗയിൽ മുങ്ങി നീന്തി അക്കരെ എത്താൻ പറ്റില്ല. ആ ഗംഗയെ കടത്തിവിടാൻ ബോധം കൊണ്ട് തോണി കൊണ്ട് നടക്കുന്ന ഗുഹൻ, അതേപോലെ ഈ സംസാരം എന്ന സാഗരത്തെ നമുക്ക് കടത്തിവിടാനായിട്ട്, നമ്മളെ കടത്തിവിടാനായിട്ട് ആ പേര് മാത്രം, രാമാന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ കടത്തിവിടുന്ന ആ രാമൻ വലിയ ബോധമാണ്, അയാളാണ് ഏറ്റവും വലിയ തോണി എന്ന് പറഞ്ഞ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയുള്ള ഈ സംസാര സാഗരത്തിനെ കടന്ന് പോകാനായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ മാർഗം പറഞ്ഞു തരൂ എന്ന് സൂതമഹാമുനിയോട് മറ്റുള്ളവർ അഭ്യർത്ഥിക്കണോ. ഓടമായുള്ളൊരു ഗൗരീശ പൂജനം. ഓടം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ബോധം, തോണി. ഓടമായുള്ളൊരു ഗൗരീശ പൂജനം. കേടകന്നീടുവാൻ ഒരു ഔഷധം സമ്മതം എന്നത് കേട്ട് മഹീപതി സൂതനും വന്ദനം ചെയ്ത് പറഞ്ഞു തുടങ്ങിനാൻ. കേട്ടറിയണം പ്രദോഷമാത്മ്യങ്ങൾ, കേട്ടാൽ അനുഷ്ഠിപ്പതിനും കഴിവരും. മന്ദപ്രദോഷം കറുത്തപക്ഷന്നനിൽ വന്നാൽ തുടങ്ങിയണം അന്നീ മഹാമൃതം. മന്ദപ്രദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ കർത്തവാവ് തൊട്ട് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി എന്ന് പറഞ്ഞ് 14 ചതുർദശി, അങ്ങനെ 14 വരും. അതിന് വെളുത്ത വാവ് വരും. വെളുത്ത വാവ് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി പ്രഥമ, ദ്വിതീയ, ചതുർദശി വരും. ചതുർദശി കഴിഞ്ഞാൽ വീണ്ടും കർത്തവാവ് വരും, അമാവാസ വരും. അപ്പോൾ ഈ പ്രദോഷം എന്ന് പറയുന്നത് 13ാമത്തെ ദിവസം. കറുത്ത വാവ് കഴിഞ്ഞ് 13ാം ദിവസം, വെളുത്ത വാവ് കഴിഞ്ഞ് 13ാം ദിവസം. ത്രയോദശി എന്ന് അവരുടെ ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ പറയും. നമ്മൾ 13ാം ദിവസം. ഈ 13ാം ദിവസമാണ് ഈ പ്രദോഷം. അപ്പൊ പ്രദോഷം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ സമയം പറഞ്ഞു 4:30. അപ്പൊ ഈ കറുത്ത വാവ് സന്ധ്യക്കുള്ള ദിവസമാണ് പ്രദോഷം. ചില പ്രാവശ്യം നമ്മൾ ഓർക്കും
പ്രദോഷവും ശിവരാത്രിയും ഒരേ ദിവസം വരും. അപ്പൊ താനന്ന് പറഞ്ഞല്ലോ 13-ാം ദിവസമാണ് പ്രദോഷം എന്നും 14-ാം ദിവസമാണ് ശിവരാത്രി എന്നും. ചതുർദശി വരുന്നതാണ് ശിവരാത്രി. അപ്പൊ 13-14 കൂടി എങ്ങനെയാ ഒരേ ദിവസം വരിക? അപ്പോ പ്രദോഷത്തിന്റെ കാര്യം, ത്രയോദശി സന്ധ്യക്കുള്ള ദിവസം പ്രദോഷം. 60 നാഴികയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ 60 നാഴികയും ഒരേ സമയത്ത് ഉണ്ടായിക്കൊള്ളുന്നതിൽ ഉദയാസ്തമയത്തിലെ മാറ്റങ്ങൾ അനുസരിച്ചും കാലദേശത്തിന്റെ മാറ്റങ്ങൾ, കാലദേശത്തിനനുസരിച്ച് മാറാത്ത ഒന്നേ ഉള്ളൂ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ പണ്ടേരി പറഞ്ഞല്ലോ, കാലദേശാവധ്യാൽ നിർമുക്തം നിത്യമുക്തം. ഒരു കാരണം കൊണ്ട് മാറാത്ത കാരുണ്യം, മാറാത്ത പ്രഭ തനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവർക്ക് കാലദേശം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഇന്നിപ്പോ അമേരിക്കയില് ചിലപ്പോ 23-ാം തീയതി ആയിട്ടാവുള്ളൂ, നമുക്ക് കണക്കറിയില്ല. ആസ്ട്രേലിയയിൽ 25-ാം തീയതി ആയിട്ടാവും. അങ്ങനെ പല മാറ്റങ്ങളും കാലദേശം അനുസരിച്ച് മാറും. കാലദേശം അനുസരിച്ച് ചില ദിവസം വൈകുന്നേരം 8 മണി വരെ, നമ്മൾ ഇനിയിപ്പോ ഇന്നും നാളെയും കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ആണല്ലോ, ശിവരാത്രിക്ക് വേറെ തിരക്കൊന്നും ഇല്ലല്ലോ. ഒന്ന് നോക്കുക, ഈ പഞ്ചാംഗം നോക്കുക. ത്രയോദശി 36 നാഴിക. അപ്പൊ എത്ര മണി? 2.5 നാഴികയാണ് 1 മണിക്കൂർ. 2.5 നാഴിക 1 മണിക്കൂർ. അപ്പൊ എത്ര മണി വരെ ത്രയോദശി? അങ്ങനെ നോക്കുമ്പോ ഇന്ന് ത്രയോദശി 8:30 മണി വരെ ഉണ്ട്. ഇന്ന് ത്രയോദശി നാളെ വരെയുണ്ട്. ഇന്ന് വൈകുന്നേരം ത്രയോദശിയാണ്, രാത്രിയും ത്രയോദശിയാണ്. ചിലപ്പോ ഈ ത്രയോദശി 8:30 മണി വരെ ഉണ്ടാവുള്ളൂ രാത്രി. പിന്നെ ചതുർദശി വരും. ചതുർദശി നിശിയിലുള്ള ദിവസമാണ് ശിവരാത്രി. രാത്രി 12 മണി നിശി. ആ സമയത്ത് ചതുർദശി വരുന്ന ദിവസമാണ് ശിവരാത്രി. അപ്പൊ കഴിഞ്ഞ കൊല്ലം 7:30 മണി വരെ ത്രയോദശി ആയിരുന്നു. അതിനുശേഷം ചതുർദശി വന്നു. ഒരേ ദിവസം പ്രദോഷം ശിവരാത്രിയും വരും. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മുഴുവൻ ഇപ്പോ ഒരു പ്രാവശ്യം അറിവ് കൂടുതലില്ലാത്ത ഒരുത്തൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇതിപ്പോ വലിയ വലിയ പണ്ഡിതന്മാർ വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ, ഒരു ഭക്തൻ വന്ന് ഇങ്ങനെ 2 വാക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാലും നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു സംഗതി ഇരിക്കാൻ വേണ്ടി നാളെ വേറൊരാൾ വന്നിട്ട് ഈ സനാതനത്തിനെ കുറ്റം പറയുന്ന, സനാതന ധർമ്മത്തിനെ കുറ്റം ഹിന്ദുക്കളോ കഴിഞ്ഞ കൊല്ലം ഒരേ ദിവസം ശിവരാത്രി പ്രദോഷം പറഞ്ഞു, ഇന്ന് വേറെ ദിവസം പ്രദോഷം, ഇന്ന് 4 കരിക്ക് മേടിക്കും, നാളെ ശിവരാത്രി 6 കരിക്ക് മേടിക്കാൻ പറ്റിയതുകൊണ്ട് എന്ത് പ്രാന്ത എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കാനല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. സന്ധ്യയ്ക്ക് ത്രയോദശി ഉള്ള ദിവസം പ്രദോഷം, രാത്രി ചതുർദശി ഉള്ള ദിവസം ശിവരാത്രി. അത് ഇത്തവണ നാളെ പുലർച്ചെ വരെ ത്രയോദശി ഉണ്ട്. അപ്പൊ ഇന്ന് പ്രദോഷം മാത്രം. നാളെ രാത്രി ചതുർദശി ഉണ്ട്. അപ്പൊ നാളെ ശിവരാത്രി. നേരത്തെ ആറുകാല പൂജ എന്നൊക്കെ പറഞ്ഞാൽ ശിവരാത്രി ദിവസങ്ങളും തിരുവാതിര ദിവസങ്ങളും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അഭിഷേകങ്ങളും പൂജകളും നടക്കും. നമ്മുടെ നാട്ടിലെ ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് രാത്രി 12 മണി വരെ അഭിഷേകം, നാളെ രാത്രി 12 വൈകുന്നേരം 6 മണി വരെ അഭിഷേകം നടത്തി ആൾക്കാർ ദർശനം ചെയ്തു പോകും പ്രദോഷത്തിന്റെ. നാളെ വരുന്നത് ശിവരാത്രി ആയതുകൊണ്ട് രാത്രി 12 മണി 12:10 വരെ അഭിഷേകങ്ങൾ ചെയ്തിട്ട് വിവിധ ദ്രവ്യങ്ങൾക്ക് അഭിഷേകങ്ങൾ ചെയ്തിട്ട് ചില ക്ഷേത്രങ്ങൾ ശ്രീയന്ത്രം പാരായണം ചെയ്യും, ചില ക്ഷേത്രം ശിവ നാമങ്ങൾ പാരായണം ചെയ്യും. 12 മണിക്ക് അഭിഷേകം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആ നടയടച്ച് അലങ്കാരം ചെയ്ത് ഏതാണ്ട് ദീപാരാധന കാണിച്ചു വരുമ്പോൾ ഏതാണ്ട് 1 മണിയാവും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. നാളെ പുലർച്ചെ വരെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. നാളെ ആവുമ്പോൾ കാലത്ത് കുളിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് പോവുക, ആഹാരം കഴിക്കേണ്ടവർ ആഹാരം കഴിക്കുക. അങ്ങനെയൊക്കെയാണ് നിയമം. അതിപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ നാളത്തെ രാത്രിത്തെ പൂജ കഴിയുന്നവരെ ക്ഷേത്രത്തിൽ നിന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ അത് മേടിച്ച് കഴിച്ച് വീട്ടിൽ വന്ന് തുടങ്ങിയാലും ആ പ്രായത്തിനും ആ ആരോഗ്യത്തിനും ആരോഗ്യസ്ഥിതിക്കുമുള്ള ഇതാണ് പറയണത്. പറ്റാവുന്നവർ ഉറപ്പൊഴിച്ചും പ്രാർത്ഥിക്കുക. അപ്പൊ ഈ ഉറപ്പൊഴിക്കാനുള്ള കാരണം എന്താ നമുക്കൊന്ന് ആലോചിക്കാം, പുറകെ ആലോചിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രദോഷം ശിവരാത്രി. അപ്പൊ ഈ പ്രദോഷത്തിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞു വന്നത് മന്ദപ്രദോഷം. മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി. ഈ ഓരോ ഗ്രഹങ്ങള്, നവഗ്രഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നാളെ പേരൊക്കെ കുടിക്കാൻ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നാള് കുടിക്കാൻ പോകണോ, ജാതകം കണിക്കാൻ പോകണോ. പിന്നെ അതങ്ങനെ വെച്ചു. പിന്നെ 10ാം ക്ലാസ്സിൽ 100 പ്രാവശ്യം തോറ്റു കുട്ടി, 9 തന്നെ മാർക്ക് കുറവാ. എന്താ അവന്റെ ജാതകം ഒന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് പോയി അദ്ദേഹം എന്തൊക്കെയോ കണക്കൂട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നു. അവിടെ വഴിപാട് കഴിക്കും, ഇവിടെ വഴിപാട് കഴിക്കുന്നു. വഴിപാടൊക്കെ കഴിഞ്ഞു. ശനിപ്രീതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിലഹോമം ആയിക്കോട്ടെ. മുത്തച്ഛന്റെ ശാപമുണ്ട്, തന്റെ അച്ഛൻ മര്യാദയ്ക്ക് സാപ്പൊന്നും കഴിക്കില്ല, മുത്തച്ഛന്റെ ശാപമുണ്ട്. താനും പോരാ, അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിൽ വലിയ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ അത് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ജാതകം. പിന്നെ കല്യാണത്തിനാ പൊരുത്തം നോക്കാൻ.
അപ്പൊ ഈ ജാതകം നമുക്ക് അങ്ങനെ വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല ജാതകം. എന്നാൽ ജാതകം അദ്ദേഹം കുറിച്ചു കഴിഞ്ഞു. അദ്ദേഹം കുറിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണേ. ആ കുറിച്ച് മാറ്റൊന്നും വരുത്താൻ നമ്മൾ ആരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ആ വരണ അടി കനം ഇത്തിരി കുറയാൻ, വരണ അടിയുടെ കനം ഇത്തിരി കുറഞ്ഞു കിട്ടാൻ അവരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. അതൊന്ന് രക്ഷപ്പെടാൻ ബോധം എന്ന് പറഞ്ഞാൽ ഒരു വഴി, ഒരു മാർഗം, ഒരു തോണി, ഒരു തുരുമ്പ്, കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ മതി ഇവിടുന്ന് രക്ഷപ്പെടായിരുന്നു എന്ന് പറയില്ലേ. അങ്ങനെ രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗം അത് അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടും. അതിനാണ് ഈ നാമം ചെല്ലാനും പ്രാർത്ഥിക്കാനും ഈ നോയമ്പെടുക്കാനും അമ്പലത്തിലേക്ക് പോകാനും ഒക്കെ ഈ ആവശ്യപ്പെടണേ. വേദം നമ്മളോട് പറയണം അവിടെ പോയി തൊഴുക, ഇന്ന സമയത്ത് കഴിക്കരുതേ, ഇന്ന സമയത്ത് കഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഈ അപ്പോ ഈ നവഗ്രഹങ്ങളില് ഒരാളാണ് ശനീശ്വരൻ, മന്ദൻ എന്ന് പറയും. മന്ദൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങള് ഓരോ ഒരു വീട്ടിൽ നിന്ന് 12 കള്ളികളാണ്. ജാതകത്തിൽ നോക്കിയാൽ 12 കള്ളി ഉണ്ടാവും. ഒരു കള്ളിയിൽ നിന്ന് മറ്റേ കള്ളിക്ക് ഒരു ഗ്രഹം പോകാൻ ഇത്ര ദിവസം എടുക്കും, ഇത്ര കൊല്ലെടുക്കും, ഇത്ര മാസം എടുക്കും എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട്. അത് ഇദ്ദേഹമാണ് ഏറ്റവും ലേറ്റ്. ഒരു കള്ളിയിൽ വന്നാൽ 2.5 കൊല്ലം അവിടെ പോകും ഈ ശനീശ്വരൻ. അതാണ് മന്ദൻ എന്ന് പറയണേ. മന്ദൻ ഉള്ളവരെ സ്കൂളിലും മാഷും വീട്ടിലും അമ്മയൊക്കെ പറഞ്ഞത് മന്ദനാവണം പഠിക്കാനൊന്നും പോരാ, മന്ദൻ. അതേമാതിരി ഇദ്ദേഹം മന്ദനാണ്. 2.5 കൊല്ലം ഒരു കള്ളിയിൽ അദ്ദേഹം പോകും. ആ മന്ദൻ അതാണ് ആഴ്ചയിൽ ശനിയാഴ്ച മന്ദവാരം എന്ന് പറയണം. ശനിയാഴ്ചക്ക് മന്ദവാരം. അപ്പൊ മന്ദപ്രദോഷം, ശനിയാഴ്ച വരുന്ന പ്രദോഷം, അതിലും വിശേഷിച്ച് അദ്ദേഹം പറയണു കറുത്ത പ്രദോഷം. കറുത്ത പ്രദോഷം എന്ന് പറയുമ്പോൾ കറുത്ത വാവിന് തൊട്ട് മുമ്പിൽ വരുന്ന പ്രദോഷം. വെളുത്ത വാവിന് മുമ്പ് പ്രദോഷം വരും. വെളുത്ത വാവ് 15-ാം ദിവസം, 13-ാം ദിവസം പ്രദോഷം. കറുത്ത വാവിന് തൊട്ട് മുമ്പ് വരുന്ന പ്രദോഷം മന്ദപ്രദോഷം, ഈ കറുത്ത പ്രദോഷം. കറുത്ത പ്രദോഷം ശനിയാഴ്ച വന്നാൽ, ശനിപ്രദോഷം ആഹാത്യം എന്ന് പറഞ്ഞ് തനിയായിട്ട് അജനൊരു 30 പേര് എഴുതിയിട്ടുണ്ട് ശനിപ്രദോഷം ആഹാത്യം. അപ്പൊ ശരിക്കും ഈ പ്രദോഷത്തിന്റെ തുടക്കം ചിലപ്പോൾ ശനിയാഴ്ച ആയിരുന്നിരിക്കാം, അതൊരു കുംഭമാസത്തിലായിരുന്നിരിക്കാം. കറുത്ത വാവിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന പ്രദോഷ ദിവസം ശനിയാഴ്ച ആയിരുന്നിരിക്കാം, അതൊരു കുംഭമാസത്തിലായിരുന്നിരിക്കാം എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അങ്ങനെ മന്ദപ്രദോഷം ഇന്നിപ്പോ മന്ദപ്രദോഷം മാറുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഓടിച്ചു നമുക്ക് പോവാം. അന്നാണ് പ്രദോഷവ്രതം തുടങ്ങേണ്ടതെന്നാ പറയണത്. ഈ ശനിയാഴ്ച വരുന്ന കറുത്ത പ്രദോഷ ദിവസം, അത് കുംഭമാസമോ മകരമാസമോ മറ്റേ ആയാൽ നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഈ അവിടുത്തെ ഒരു രാജാവിന്റെ, ഉജ്ജയിനിയിലെ ഒരു മഹാരാജാവിന്റെ ഒരു കഥ അദ്ദേഹം പറഞ്ഞു. വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് 4 പേര് പറ്റിയാൽ വീട്ടിൽ പോയിട്ട് ഇന്ന് ഏതായാലും പ്രദോഷം നാളെ ശിവരാത്രിക്കാണല്ലോ, കുറച്ച് സമയം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം മുഴുവൻ സമയം നമുക്ക് വേണ്ടി ചെലവാക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവാക്കാൻ ശിവമഹാത്മ്യം എന്താ പുസ്തകത്തിന് പേരുന്നു, ശിവപുരാണം. ശിവപുരാണം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ ആചാര്യന്റെ കിളിപ്പാട്ട് ഉണ്ട്. പുസ്തകങ്ങൾ കിട്ടും, എല്ലാ സ്റ്റാളിലും കിട്ടും, വളരെ കുറഞ്ഞ വിലയുള്ളതിന്. അത് മേടിച്ചിട്ട് ഈ പ്രദോഷ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 10-20 പേര് എഴുതിയിട്ടില്ല. അത് ഓടിച്ചു വായിക്കുക, മുഴുവൻ നമുക്ക് മനസ്സിലായിരിക്കും, ഓടിച്ചു വായിക്കുക. അദ്ദേഹം പറഞ്ഞത് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ആ ഭക്തിയും ആ ശക്തിയും എല്ലാം കൊണ്ട് രാജാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു രാജാവിനെ ഒരു ഋഷീശ്വരൻ ഒരു മണി കൊടുത്തു. ആ മണി അദ്ദേഹം കഴുത്തിലണിഞ്ഞു. ആ മണി അദ്ദേഹം കഴുത്തിലണിഞ്ഞ് അദ്ദേഹം വിചാരിച്ചൊക്കെ നടക്കണം, എല്ലാം ഈ മണി കൊടുക്കണം. ഈ നമ്മുടെ ഭരദ്വാജാശ്രമത്തില് അല്ലെങ്കിൽ വസിഷ്ഠാശ്രമത്തിലൊക്കെ ഈ രാമൻ കാട്ടിക്കൂടി പോകുമ്പോൾ അങ്ങനെ ഓരോ ആശ്രമങ്ങളിൽ പോകും. അപ്പൊ അങ്ങനെ വസിഷ്ഠന്റെ ആശ്രമത്തിൽ പോയി. അപ്പോൾ അവിടെ താമസിച്ചു, ആഹാരം കൊടുത്തു. പക്ഷെ ഒരുമിച്ച് ഒരുപാട് ആൾക്കാർ ഭരതന്റെ ഒപ്പം വന്നു. ഭരതന്റെ ഒപ്പം രാജ്യം മുഴുവൻ വന്നിട്ടുണ്ട് രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ, അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഭരതൻ സർവ്വ സൈന്യങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. ഈ ചെറിയ കുടില് ഒരു കാവ്യം കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ സന്യാസി എങ്ങനെയാ നമുക്കൊക്കെ ഫുഡ് തരിക? നല്ലോണം കഴിക്കണവരാ എല്ലാവരും ഉണ്ട്, സിപ്പായികളൊക്കെ ഉണ്ട്, സാർജന്റുമാരുണ്ട്. ഇതൊക്കെ ഫുഡ് ഒരു മിനിറ്റ് വെച്ച് ആ കാട് മുഴുവൻ വലിയൊരു അന്നദാനശാലയായി. നേരത്തെ പറഞ്ഞ മഹാകുംഭമേളയുടെ ശാല പോലെ ഒരു വലിയ അന്നശാലയായി, വലിയ ലോഡ്ജിങ് ഫെസിലിറ്റിയായി, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രഭാവമാണ് തപസ്സിന്റെ പ്രഭാവം. അതേമാതിരി ഈ രാജാവിന്റെ ഈ മണിയുടെ പ്രഭാവം കാരണം
അദ്ദേഹത്തിന്റെ രാജ്യത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇത് ശത്രു രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിത് അപഹരിക്കാനായിട്ട് എല്ലാവരും കൂടി യൂണിയൻ ഉണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി എല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മണി കയ്യിലുള്ളതും ഇദ്ദേഹത്തിന്റെ ശിവപൂജയിലുള്ള ഉത്തമ വിശ്വാസം, അത് ഒരു ശനിയാഴ്ചയായിരുന്നു, ഒരു പ്രദോഷ ദിവസമായിരുന്നു. ആ രാജാവിന്റെ പൂജ നമുക്ക് ഒന്ന് കാണാം. രാജാവിനോട് ആൾക്കാർ കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ശത്രു സൈന്യം വന്ന് പല ശത്രുക്കളും കൂടി മുന്നണി ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തിനെ വളഞ്ഞിട്ടുണ്ട്, ഏതു നേരവും അവരെ ആക്രമിക്കാം നമ്മളെ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു പൂജ കഴിയട്ടെ. പൂജ കഴിഞ്ഞിട്ട് ശിവപൂജ കഴിഞ്ഞ്, പ്രദോഷ പൂജയാണ്, ശിവപൂജ കഴിഞ്ഞ് നൃത്തം സേവിച്ചിട്ട് ഞാൻ യുദ്ധത്തിന് വരാം, നമുക്ക് അവരെയൊക്കെ തകർക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം യാതൊരു രാവണൻ പൂജ കഴിച്ചു. ശ്രീരാമനായിട്ട് യുദ്ധത്തിന് മുമ്പായിട്ട് രാവണൻ പൂജ കഴിച്ചു. പൂജ കഴിഞ്ഞിരുന്നെങ്കിൽ രാമായണത്തിന്റെ കഥ മാറിയേനെ. ആ പൂജ കഴിഞ്ഞാൽ രാമായണത്തിന്റെ കഥ മാറിയേനെ. ഇത് വിഭീഷണൻ അറിയാം, ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നേ. വിഭീഷണൻ രാമനോട് വിവരം പറഞ്ഞു ആ പൂജ എങ്ങനെയും മുടക്കണം എന്നാക്കി. ഇവര് പോയി മണ്ഡോദരി വരെ. ഇത് തെറ്റാണ്. മണ്ഡോദരിയുടെ തല പിടിച്ചു വലിച്ചു പരിങ്ങന്മാര്, മണ്ഡോദരിയുടെ തല പിടിച്ചു വലിച്ചു ഉപദ്രവിച്ചു. ഇത് കണ്ടപ്പോ രാവണൻ പൂജ നിർത്തിയിട്ട് അവിടെ ചെന്ന് യുദ്ധം ചെയ്തു. രാവണനെ രാമൻ വധിച്ചു. അപ്പൊ നമ്മൾ കഥ കേട്ടിട്ടുള്ളതാണ്. രാമായണത്തിനെ മാറ്റാനായിട്ട് നമുക്ക് അധ്യാനില്ല. അതായത് നമ്മൾ മാറി വന്നാൽ ആ പൂജ കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മൾ ഒരു ശ്രീപരമേശ്വര ഭക്തന്മാരായതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ആ പൂജ രാവണൻ കഴിച്ചിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാം. അതേപോലെ ഇവിടെ രാജാവ് യാതൊരു ചാഞ്ചല്യം കാണിച്ചില്ല. എന്ത് പ്രശ്നം വന്നാലും അവിടെ ഇരിക്കട്ടെ, ഈ പൂജ കഴിഞ്ഞ് ഞാൻ എനിക്ക് വരാം, ഞാൻ എനിക്ക് നമുക്ക് അവരെയൊക്കെ കച്ചു തകർക്കാമെന്ന് പറഞ്ഞ് പൂജ കഴിച്ചു. ഈ പൂജ നടക്കുന്നതിന്റെ ഇടയില് ആ രാജാവിന്റെ അടുത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഏത് പ്രജയ്ക്കും എവിടെ വരെ വേണമെങ്കിൽ കയറി പോവാം. തന്റെ എത്ര പാവപ്പെട്ട പ്രജയായാലും തന്റെ ദുഃഖം പറയാനായിട്ട് ദുഃഖം അവിടെ ഇല്ല, ആർക്കും ഇല്ല. ശ്രീരാമന്റെ രാജ്യകാലം ഫലം പറഞ്ഞ പോലെയാ. മറ്റുള്ളവരുടെ സ്വത്തിനെ പറ്റി ആലോചിക്കില്ല, മറ്റുള്ള അവന്റെ ഭാര്യയെ പറ്റി ജീവിതത്തിന് ആലോചിക്കില്ല, കുട്ടികൾ മരിക്കില്ല, പൂക്കേടില്ല, കള്ളന്മാരുടെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് രാമന്റെ രാജ്യകാല ഫലം അധ്യാത്മരാമായണത്തിൽ വളരെ ഭംഗിയായിട്ട് പഞ്ചതാചാര്യം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജാവിന്റെ അവിടെ ആർക്കും ദുഃഖമില്ല. പക്ഷേ അവിടെ മുഴുവൻ ഈ പാലിന്റെ കേന്ദ്രമാണ്, പശുക്കളുടെ കേന്ദ്രമാണ്. അവിടെ ഒരു പശുവിനെ സംരക്ഷിച്ച് പാലും തൈരും വെണ്ണയും നെയ്യും വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു പാൽക്കാരി, നാടൻ ഭാഷയിൽ പറയും പാൽക്കാരി ആയിട്ടുള്ള ആ സ്ത്രീ, അവർക്ക് എന്തോ ഒരു ചെറിയ വിഷമം. അത് രാജാവിനോട് പറയാം. രാജാവിനോട് പറയാൻ പോയാൽ ഭർത്താവില്ല, മരിച്ചുപോയി. അപ്പൊ അത് പറയാൻ പോയാൽ കുട്ടി വീട്ടിൽ തന്നെയാവും. ഒരു 5 വയസ്സ് കുട്ടി, അവനെയും കൊണ്ടുപോയി രാജാവിന്റെ അടുത്തേക്ക് പോവാം. അവിടെ ചിലപ്പോൾ പൂജയാണ്. എപ്പോ വേണമെങ്കിൽ രാജാവിനെ വിളിക്കാം, ആഹാരം കഴിക്കുന്ന എന്തായാലും വിളിക്കാം, സംസാരിക്കാൻ വരാം. പക്ഷെ പൂജ നടക്കുമ്പോൾ വിളിക്കാനും തടസ്സം ചെയ്യാനും ഈ സ്ത്രീക്ക് പേടി. അവർ വേറെ വഴിക്കാണ്. ഒരു സ്ത്രീകൾ ജീവിക്കുന്ന രീതിയിൽ കൂടി അവരങ്ങനെ കയറി. മറ്റേ ഭാഗത്തൊക്കെ സൈന്യങ്ങൾ നിൽക്കുക രാജാവിനെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാൻ. ഈ സ്ത്രീ വന്നു, ഈ പൂജ കണ്ടു. രാജാവ് പൂജ കഴിച്ചു, വളരെ ഭംഗിയായിട്ട് അഭിഷേകം ചെയ്തു. ജലം ശ്രീരുദ്രമൊക്കെ ലഭിച്ച് അഭിഷേകം ചെയ്തു. തേൻ, കരിക്ക്, ഇങ്ങനെ ഒരു 11 ദ്രവ്യങ്ങൾ കൊണ്ട് 11 പ്രാവശ്യം ശ്രീരുദ്രൻ ജപിച്ച് 11 പ്രാവശ്യം അഭിഷേകം ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ചന്ദനങ്ങളൊക്കെ ചാർത്തി മാലകൾ ചാർത്തി എല്ലാം ചെയ്ത് രാജാവ് പൂജ കഴിച്ചു പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹം എന്ത് നോക്കിയപ്പോ ഈ ഒരുപാട് സമയം വൈകി. ഇനി രാജാവിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, നമുക്ക് നാളെ വന്ന് പറയാം. അപ്പോഴേക്കും ആ സ്ത്രീക്ക് മറ്റേ കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പുറത്തുനിന്ന് മനസ്സിലായപ്പോ ആ സ്ത്രീ വേഗം അവിടുന്ന് പോയി വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് വന്നു. നിന്ന് ദേവന്റെ പൂജ കണ്ടാൽ പിന്നെയും അവൾ തീർത്ഥവും വാങ്ങിക്കൊണ്ട് തങ്ങളുടെ വീട്ടിൽ ചെന്ന് കോക്കളെ കറന്നുടൻ കഞ്ഞിയും വെച്ചിടിനാൾ. കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പോയി കഞ്ഞി വെച്ചു. കുട്ടന്നേരം കളിത്തൊട്ടിലിരുന്ന് ഉടൻ അത്ര നല്ലൊരു കല്ലും കൊണ്ടെന്നിട്ട് പ്രതിഷ്ഠിച്ചു. ആ മകൻ ഈ പൂജയൊക്കെ കണ്ടു. 5 വയസ്സാ. പൂജ കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങിയില്ല. പൂജ കണ്ടു. അവൻ വീട്ടിൽ വന്നു. അമ്മ കഞ്ഞി വയ്ക്കുക, പാല് കറന്ന് മാറ്റി വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട പാത്രത്തിലൊക്കെ ആക്കി വെച്ച് കഞ്ഞി വയ്ക്കുക. കുറച്ച് സമയമുണ്ടല്ലോ. ഇവൻ കുട്ടി ഉടനെ
തത്ര നല്ലൊരു കല്ല് കൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചു. പത്രങ്ങൾ കൊണ്ട് കളിപൂജകൾ തുടങ്ങിനാൻ. നമ്മൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പും ഒക്കെ കളിച്ചിട്ടുണ്ട്. തെങ്ങിന്റെ വട്ടം മുറിച്ചിട്ട് അതിൽ കയറ് കെട്ടിയിട്ട് ആന എഴുന്നള്ളിക്കുക. അപ്പോഴേക്കും വേറൊരുത്തൻ ഒരു ആരെങ്കിലും റോഡിലെറിഞ്ഞ പാട്ട കൊണ്ട് ഒരു വടി കൊണ്ട് പൊട്ടി ഞങ്ങൾ ഉത്സവമൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ കളിയായിരുന്നു. ഇന്ന് ആ കളികളൊക്കെ പോയി. ഇന്നിപ്പോ മൊബൈലിൽ മാത്രമേ കളിയുള്ളൂ, വേറെ കളികളില്ല. എത്രയും സത്യ ഒഴിച്ചോർ കൊണ്ട് നിവേദ്യം കഴിച്ചു. മണ്ണ് കൂട്ടി ഒരു ചിരട്ടയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചു നേരം അവിടെ വെച്ച് വെന്തു, ചോറ് വെന്തു, പായസം വെന്തു, ഇനി പൂജിക്കുക. എത്രയും ചോർ കൊണ്ട് നിവേദ്യവും ഉജ്ജയിൻ ജഗീശന്റെ പൂജന പ്രകാരവും കൽജപധ്യാനങ്ങളും കണ്ടവൻ. ഉജ്ജയിൻ രാജാവ് കഴിച്ച പൂജ കണ്ട ആ രീതിയിൽ തന്നെ കുട്ടി പൂജ കഴിക്കുക. വാരികൊണ്ട് അഭിഷേകം ലേവനം ഭസ്മം കൊണ്ടും. വാരികൊണ്ട് അഭിഷേകം, വെള്ളം കൊണ്ട്. ആ വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നലെ വെള്ളത്തിന് പ്രശ്നം. പല ദിവസങ്ങളും മുൻകാട്ടി വെള്ളം വരില്ല. ആ വെള്ളം ലോറിയിൽ കൊണ്ടുവന്ന് നമുക്ക് അടിക്കും. ചിലപ്പോൾ കുപ്പിയിൽ മേടിച്ച് കാശ് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ഉപയോഗിക്കണം. അന്ന് വെള്ളത്തിന് ആ വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം, കല്ലിന്റെ മുകളിൽ അഭിഷേകം ചെയ്തു. രാജാവ് ചെയ്ത അതേ പൂജ. വന്ദനം, പ്രദക്ഷിണം, പൂജനം, നമസ്കാരം, ചന്ദ്രശേഖര പ്രീതി, പ്രാർത്ഥന, സ്തോത്രങ്ങളും എന്തൊക്കെയോ പഠിച്ച് മനസ്സിലാക്കിയിട്ട് സ്തോത്രങ്ങളൊക്കെ പറഞ്ഞു. നീലകണ്ഠനെ സേവിച്ച് ഇങ്ങനെ സുഖിക്കുന്ന ബാലനെ വിളിച്ചെന്ന് മാതാവും ഒരു ചെയ്താൾ. മോനെ ഫുഡ് കഴിക്കാമ്പ സമയം വൈകി ഇവിടെ കൊച്ചിക്ക് കാലത്ത് പോയതാണ് രാജാവിന്റെ അടുത്തേക്ക്. ഇതേപോലെ ഒരു സാധനം നീ കഴിച്ചിട്ടില്ല, ഒന്ന് കഴിക്കും. ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ചാണ്, വെള്ളച്ചോറ് കഴിക്കുകയാണ് ഇന്നലെ രാത്രി. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. സന്ധ്യ ആവാറായി, ആഹാരം കഴിക്കണം. സന്ധ്യക്ക് കഴിക്കാൻ പാടില്ല, അതിന് മുമ്പ് കഴിക്കണം. തൽക്ഷണം ചോറുണ്ടാക്കി പാർക്കുന്നു നിനക്ക് ഞാൻ. പീഡനം കൊണ്ടുണ്ടെങ്കിൽ വിശപ്പ് മറന്നതോ ഇവിടെയുണ്ട് എനിക്ക് നീ ഭോജനം ചെയ്യാൻ. മാതൃഭാഷ കേട്ടിട്ട് ഏതുമേ ഇളകിയില്ല. കേതസാ ശിവധ്യാനം വ്യഗ്രനവൻ. ശിവധ്യാന വ്യഗ്രനായിട്ട് അങ്ങനെ നിൽക്കണമുണ്ട്. അമ്മ വിളിച്ചതോ പറഞ്ഞതോ ദേഷ്യപ്പെട്ട് പറഞ്ഞതോ ഒന്നും അവൻ കേൾക്കണില്ല. ശിവധ്യാന വ്യഗ്രനാം ഗോപീസുതൻ. പിന്നെയും വിളിച്ചു ഗോപാലനെ ഗോപാലിക. ധന്യനാം പുത്രൻ ഏതും കേട്ടില്ല സമാധിയാൽ. ഗോപിക നേരം ചെന്ന് അന്തികേ ഗോപിച്ചു ഗോപാലനെ താടനം ചെയ്യുകയാൾ. കുറെ വിളിച്ചിട്ട് അമ്മയ്ക്ക് വിശക്കണം, കുട്ടി കഴിക്കണം, അമ്മയ്ക്ക് കഴിക്കാൻ കുറെ വിളിച്ചിട്ട് അവൻ ആ മൈൻഡ് കഴിക്കുക, തിരിഞ്ഞു നോക്കില്ല. ഒരടി താടനം ചെയ്യുകയാൾ. അർച്ചനാബിംബം തച്ചുമറിച്ചെന്നുടൻ മെച്ചമേറിനെ പുഷ്പമൊക്കെ നശിപ്പിച്ചു. ഇങ്ങനെ നശിപ്പിച്ചത് തന്നുടെ ഗേഹം ബുക്ക് ഇങ്ങനെ കോപത്തോടെ വാണിജ്യൂജനണിയും. ആ കുട്ടി അർച്ചന കഴിക്കാൻ ലിംഗമൊക്കെ തള്ളിക്കളഞ്ഞു, പൂവൊക്കെ പറിച്ചുകളും കാലോട് തള്ളിക്കളഞ്ഞു. എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട്, സങ്കടവും ദുഃഖവും എല്ലാം കൊണ്ട്, വിശപ്പും ക്ഷീണവും എല്ലാം അവിടെ പോയി നിൽക്കുകയായിരുന്നു രാജാവിന്റെ കാലത്തോട്ടെ. ആ ക്ഷീണം എല്ലാം കൊണ്ടും അവിടെ വന്ന് കിടന്നുറങ്ങി ആ സ്ത്രീ. ഭൂമിലെ വീണ് ബോധം കെട്ടുടൻ അരക്ഷണം യാതബോധനായുടൻ. നേത്രങ്ങൾ മിഴിച്ചപ്പോൾ മുന്നിലാമാർ കണ്ടാൻ എത്രയും മനോഹരം തന്നുടേ നികേതനം പൊന്മയം മണിമയം. പണ്ട് കുചേലൻ അവര് കൊണ്ടുകൊടുത്തത് തിരിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ വീട് തെറ്റിപ്പോയ ഒരു സംശയമാണിത്. ഇതല്ലല്ലോ നമ്മുടെ വീട്. ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ ഷെട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ലോ. അതിലേക്ക് ആരെങ്കിലും തട്ടിപ്പറിച്ചോ ആരൊക്കെ കൊണ്ടു വന്നതാ പാവം. അല്ല, അത് കുചേലന്റെ വീട് തന്നെയാ. മറ്റേ ആൾ പറഞ്ഞു വന്നത് ഏർപ്പാടാക്കിയതാ. ഇതിൽ അത് വലിയ മണിമാളികയാക്കി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചുറ്റിലും ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര്. അത്രയും വലിയൊരു മാളികയാക്കി ആര് സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ വീട് വലിയ മണിമാളികയായി. ഈ ക്ഷണം കൊണ്ട് മണിമാളികയായി. അമ്മ അവിടെ വിസ്താരമായിട്ട് കിടക്കണോ. അടുത്ത് പഴങ്ങളും പായസങ്ങളും സ്വീറ്റും ഒക്കെ നിറച്ചു വെച്ചിരിക്കണോ. ഈ വടക്കേന്ത്യയിലെ ക്ഷേത്രങ്ങൾ പോയാൽ കാണാം. നമ്മുടെ സ്ഥലങ്ങളിൽ പായസവും ചോറൊക്കെയാണ്, പഴമൊക്കെ ഉണ്ടാവും. അവിടെ ഒരു 100 കൂട്ടം സ്വീറ്റ്സ് ആണ് ഇങ്ങനെ നിറഞ്ഞിരിക്കും ഭഗവാന്റെ ചുറ്റും. അതുകൊണ്ടൊക്കെ അലങ്കാരങ്ങൾ ചെയ്യും ഈ സ്വീറ്റ്സ് കൊണ്ട്. അത് നിറഞ്ഞു കിടക്കും. അതേപോലെ അമ്മയ്ക്ക് ചുറ്റും ഈ സ്വീറ്റ്സിന്റെ മല, പഴങ്ങളുടെ മല. അമ്മയെ വീശിക്കൊണ്ടിരിക്കണോ തരുണിമാര്. കുട്ടി കണ്ടു മണിമാളികയാണ്. പൊന്മണി സ്തംഭങ്ങളും മാളികകളും കണ്ടാൻ അഗ്രതോരണിൽ തലേ പാർവതീപതിയുടെ വിഗ്രഹം സുവർണരത്നോജ്ജലം കാണായി വന്നു. ഇതിനൊക്കെക്കാളും കേമനായിട്ട് പാർവതീപതിയുടെ വിഗ്രഹം, സ്വർണം കൊണ്ടുള്ള വിഗ്രഹം, ശ്രീ ശിവ വിഗ്രഹം അവിടെ മുമ്പിൽ കാണാണ്ട്. ഇയാളുടെ വീട്ടിൽ കിടക്കുന്നതിന് മുമ്പില്, വീട്ടിലെ മുമ്പില് സ്വർണം കൊണ്ടുള്ള ശിവവിഗ്രഹം കണ്ടു. അമ്മ താൻ അപരാധം ചെയ്ത് ക്ഷമിക്കുകയാണെ. അമ്മ ചോദിച്ചു. ഉടനെ പറഞ്ഞു, അമ്മ തെറ്റ് ചെയ്തു. ഞാൻ പൂജിച്ച ശിവലിംഗം കാലോട്ട് തട്ടിക്കളഞ്ഞു, പൂക്കളൊക്കെ പറിച്ചു കളഞ്ഞു,
അപ്പൊ അറിയാണ്ട് ചെയ്ത അപരാധം ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാൻ കുട്ടിക്ക് ബോധം വന്നു കഴിഞ്ഞു. ആ പ്രായത്തിൻ്റെക്കാളും കൂടുതൽ ഭക്തി വന്നു. അവൻ അവിടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ശങ്കരാ നമോസുതേ, ശാശ്വതാ നമോസുതേ, തിങ്കൾ ശേഖരാഹര ഊർജടേ നമോസുതേ. ഇങ്ങനെ നമസ്കാരം ചെയ്ത് എഴുന്നേറ്റ ബാലൻ മംഗലൻ ശിവാർച്ചനം പിന്നെയും അനുഷ്ഠിക്കാൻ വാസരാവസാനമേ വേഗം ഏ കുമാരൻ വാസമന്ദിരം ബുക്ക് പാദസന്നിധവും ചെന്നാൻ. ആ പിന്നെയും പൂജയും നമസ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞ് മന്ദിരം, സ്വന്തം വാസമന്ദിരം തന്റെ വീട്ടിലേക്കുള്ളിൽ കയറി അമ്മയെ കണ്ടു, കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഒക്കെ മനസ്സിലായി. ഇതറിഞ്ഞപ്പോ അവിടുത്തെ ജനങ്ങളൊക്കെ ഓടി വന്നു കൂടി. ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ശത്രുരാജാക്കന്മാര് രാജ്യം പറഞ്ഞ് യുദ്ധം ചെയ്ത് ഇവനെ കൊന്ന്, ഈ രാജാവിനെ കൊന്ന് അവന്റെ മണി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു വന്ന ശത്രുരാജാക്കന്മാർ വരെ ഈ കാഴ്ച കാണാൻ അവിടെ വന്നു. എല്ലാവരും അവിടെ കൂടി നിൽക്കുകയാണ്. ഉത്തര മഹാകാള ക്ഷേത്രവും പ്രവേശിച്ചു. സത്വരം പശുവന്റെ പത്തനത്തിലും ചെന്ന് ശങ്കരപ്രസാദത്താൽ ഉത്തര മഹാകാളേശ്വര ക്ഷേത്രം, ഉജ്ജയിനിയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ പറയുന്നത് ഉജ്ജയിനിയ, മഹാകാലം, ഓംകാരം, അമലേശ്വരം എന്ന് പറഞ്ഞ് 12 ക്ഷേത്രങ്ങൾ നമ്മൾ പറയും. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ചെറിയ ശ്ലോകോത്സവത്തിൽ ഉണ്ടാവും. ആ 12 ക്ഷേത്രങ്ങളുടെ പേരെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നമ്മുടെ മമ്മി മഹാദേവനെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാം. ഇത് ഈ ദൈവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ സ്തോത്രങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മഹാകാലേശ്വര ക്ഷേത്രം ആ വലിയ ക്ഷേത്രമായി, ആ ശിവലിംഗം വെച്ച് കുട്ടി പൂജിച്ച സ്ഥലം വലിയൊരു ക്ഷേത്രമായി. അതിൻ്റെ അടുത്ത് തൊട്ട് മണിമാളിക, കുട്ടിയുടെ വീട്. ഇത്തരം മഹാജനം പറഞ്ഞു നിൽക്കുന്നേരം സത്വരം ഹനുമാനെ പ്രത്യക്ഷനായി കാണായി വന്നു. ഇങ്ങനെ ജനങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കാര്യം, ഈ കുട്ടിയുടെ കാര്യവും, അവന്റെ അമ്മയുടെ കാര്യവും, അവന്റെ വീടിന്റെ കാര്യവും, രാജാവിന്റെ പൂജയുടെ കാര്യവും, ശിവപൂജയുടെ ഫലവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടാണ് സാക്ഷാൽ ഹനുമാൻ. അദ്ദേഹം ഒരു കാലത്തും മരിക്കില്ല, അദ്ദേഹത്തിന് സമാധിയില്ല. ശ്രീകൃഷ്ണൻ സമാധിയായി. ശ്രീരാമൻ സരയൂ നദിയിൽ മുങ്ങി തന്റെ കൂടെ ഇരുന്ന ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ട് സരയൂ നദിയിൽ മുങ്ങിയിട്ട്, അയോധ്യയിലെ സരയൂ നദി ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് പുണ്യ നദിയാ. ശ്രീരാമൻ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. തന്റെ കൂടെ വന്ന ജനങ്ങളെ, പ്രജകളെ മുഴുവൻ, ഹനുമാനെയും വിഭീഷണനെയും, അവർ ചിരഞ്ജീവികളാണ്, അവരെവിടെ എവിടെ പോയാലും സമാധിയാവില്ല. ഹനുമാനെയും വിഭീഷണനെയും ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാവരെയും കൊണ്ട് ശ്രീരാമൻ സരയൂനദിയിലൂടെ സ്വർഗത്തിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ അവിടെ സ്വർഗത്തിലേക്ക് പോയി. അപ്പോ ഹനുമാൻ എന്നും നമ്മുടെ ഒപ്പുണ്ട്. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ പരമേശ്വരന്റെ ആ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇവരോട് പറയാണ്, രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ ഈ പൂജ, ഈ പ്രദോഷ പൂജ അനുഷ്ഠിച്ച ഈ ബാലന്റെ ആ ഭക്തിക്ക് മുമ്പില് സാക്ഷാൽ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടതാണ്. നിങ്ങളോട് കാര്യങ്ങൾ പറയാനായി, ഇതിന്റെ മാറ്റം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ ഉള്ളവനെ അദ്ദേഹം പറഞ്ഞു വിട്ടതാണ്. ശ്രീ ഹനുമാൻ എന്ന് പറയുമ്പോ സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ അവതാരമാണ്. അത് നമുക്ക് വേറൊരു ചെറിയ കഥയുണ്ട്, നമുക്കത് ആലോചിക്കാം. സമയമുണ്ടെങ്കിൽ 5 മിനിറ്റ് അതും പറയാം. അപ്പൊ ഈ ശ്രീപരമേശ്വരന്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ വന്ന് ഉജ്ജയിനിയിൽ വന്ന് മഹാകാല ക്ഷേത്രത്തിന് മുമ്പിലും ഈ കുട്ടിയുടെ മണിദീപ്ര മാളികയുടെ മുമ്പിലും വന്ന് നിന്ന് ശ്രീഹനുമാൻ ഇവരോട് ഉപദേശിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു, പൂജയുടെ ഭംഗിയൊക്കെ പറഞ്ഞു. അവസാനം ഒരു അനുഗ്രഹം അവിടെ വെച്ച് ശ്രീഹനുമാൻ പറയാണ്. അത് മാത്രം നമുക്ക് നോക്കിയിട്ട് നിർത്താം. സത്യം മൽ ഗുരുനാഥൻ ശങ്കരൻ അരുൾ ചെയ്തു, കഷ്ടമീ പ്രദോഷം നോറ്റിയിടുവാൻ പഠിക്കുന്ന ദുഷ്ടന്മാർ അവിടെ ജന്മം വ്യർത്ഥമെന്നറിഞ്ഞാലും ഒട്ടുമേ ബോധിക്കാതെ തോൽക്ക. കാരണം ശാന്തനാൽ ഇവൻ തന്റെ വംശത്തിൽ, ഈ കുട്ടിയുടെ വംശത്തിലെ 8ാം തലമുറയില്, ഇത് നമ്മുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ 2ാം തലമുറ, മുത്തശ്ശൻ 3, മുത്തശ്ശൻ 4, ഇങ്ങനെ പോയിട്ട് ഈ കുട്ടിയുടെ, ഈ ചെറിയ കുട്ടിയുടെ 8ാം തലമുറ വരെ അനുഗ്രഹം ഉണ്ടെന്നാ പറയണ ഭഗവാൻ. അപ്പോ ചിലർ പറയും സ്വത്തിന്റെ കാര്യം പറയുമ്പോൾ 7 തലമുറയ്ക്കുള്ള സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അവർക്കുള്ള വരെ സ്വത്ത് ഇദ്ദേഹം ഉണ്ടാക്കി. എന്ത് ചെയ്താലും നശിപ്പിക്കാത്ത സ്വത്ത് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇവിടെ 8ാം തലമുറയ്ക്ക് കൂടി സ്വത്ത് ഉണ്ടാക്കി വെച്ചു. ഈ കുട്ടി ഈ കല്ല് വെച്ച് കുറെ ഇലയും വെച്ച് കുറെ വെള്ളം ഒഴിച്ച് ആഹാരം കഴിക്കാതെ കുഴിച്ചതുകൊണ്ട് പുട്ടസമ്പത്ത് ഒട്ടുമേ ബോധിക്കാതെ നോൽക്ക. കാരണം പോലും പുട്ടസമ്പത്ത് വന്നു ബാലനം നിറഞ്ഞാലും ശാന്തനാം ഇവൻ തന്നെ വംശത്തിൽ 8ാം പുരുഷാന്തരെ നന്ദഗോപരം വരുവൻ താനുണ്ടാം. 8ാം വംശത്തിൽ, ഈ കുട്ടിയുടെ 8ാം
വംശത്തിൽ നന്ദഗോപൻ എന്ന് പറഞ്ഞ ഒരാൾ ജനിക്കുക. ഒരു മകൻ, ആ 7ാമത്തെ കാർന്നവർക്ക് കുട്ടിയായിട്ട് ജനിക്കുന്ന നന്ദഗോപൻ, 8ാം തലമുറ. തൽസുതനായി ജനിച്ചിയുടെ മക്കാലം നാഥൻ ചിത്സ്വരൂപനാം ജഗന്നായകൻ നാരായണൻ. ഒന്ന് ആലോചിക്കുക ആ പൂജയുടെ മഹാത്മ്യം. ഈ പൂജ അനുഷ്ഠിച്ച ഒരു കുട്ടിയുടെ 8ാമത്തെ തലമുറയിൽ ജനിക്കുന്ന നന്ദഗോപൻ എന്ന് പറയണവന്റെ വീട്ടില് സാക്ഷാൽ ജഗന്നാഥൻ, നാരായണൻ, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന ആ കുട്ടി നന്ദഗോപന്റെ മകനായി വീടിന്റെ തലമുറയിൽ ജനിക്കും. അത് നമ്മള് ആ പ്രബോധ മഹാത്മ്യത്തിന്റെ ഇതാണ് ശക്തിയാണ് ആലോചിക്കേണ്ടത് ഈ നേരത്ത്. ഇതിനാണ് ഈ 4 വരി വായിക്കാൻ കാരണം. സാക്ഷാൽ ഹനുമാനാണ് പറയണേ, മറ്റുള്ളവരല്ല പറയണേ. ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടാണ് പറയണേ. ഈ കുട്ടി മോശമാണ്, ശരിയാവില്ല, പഠിക്കണില്ല, അല്ലെങ്കിൽ ചീത്ത പറയണോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയിട്ട് തെറ്റി നടക്കണോ, തെറ്റായിട്ടുള്ള കൂട്ടുകാരുടെ ഒപ്പം നടക്കണോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികളെ പറ്റി. അപ്പം നമ്മളറിയാതെ നമ്മുടെ കൂട്ടുകാരാണ് ഇവന്റെ കയ്യിൽ എന്തായിരുന്നു, ഇവന്റെ സ്വഭാവം തന്നെയായിരുന്നു, ഇവന്റെ ജനിക്കുന്ന കുട്ടി ഇങ്ങനെയല്ലേ ജനിക്കുക, ഇതിൽ മോശമായാലും അത് ചെയ്യാനില്ല. അങ്ങനെ ആ ചീത്തകൾ കൈമാറി 8 തലമുറ കഴിഞ്ഞാലും അതേ പൊട്ട സ്വഭാവത്തോടു അതേ പൊട്ട ജീവിതം രീതി നയിക്കുന്ന ആൾക്കാരുണ്ട്. അത് നല്ലതാണെങ്കിൽ അങ്ങനെ വരും. നമ്മൾ നല്ലത് ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, മറ്റുള്ളവരെ സഹായിച്ചു, ക്ഷേത്രങ്ങളിൽ സംഭാവനകൾ കൊടുത്തു, മറ്റുള്ളവർക്ക് അന്നദാനം ചെയ്തു, മറ്റുള്ളവരെ സഹായിച്ചു, ബ്ലഡ് കൊടുത്തു, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ജനിക്കുന്ന കുട്ടി നല്ലവരായി വരും. അപ്പൊ കുറേശ്ശെ അവന്റെ മനസ്സിൽ നല്ലതുണ്ടാവും. അത് നമ്മുടെ തലമുറകളെ ബാധിച്ച് നമ്മുടെ 8ഓ 10ഓ തലമുറയായാലും അതിന്റെ ഗുണം അതിനുണ്ടാവും. അതിവിടെ ഈ പ്രദോഷ പൂജ അറിയാതെ, ബോധമില്ലാതെ നോക്കുന്ന പറഞ്ഞ ആഹാരം കഴിക്കാതെ ഇരുന്നുകൊണ്ട് സർവ കാര്യങ്ങളെ മറന്നുകൊണ്ട് ഈ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രദോഷ പൂജ ചെയ്ത ഈ കുട്ടിയുടെ 8ാം തലമുറയിലാണ്, 9ാം തലമുറയിലാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിക്കണമെന്നാ പറയണം. അത് ഈ കുഞ്ഞനമ്പ്യാർ അദ്ദേഹത്തിന്റെ ഈ പ്രദോഷ മഹാത്മ്യമുള്ള പുസ്തകം വായിച്ചാൽ നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാകും. പറഞ്ഞു തീർക്കേണ്ട ഒരു വ്യാപ്തി അല്ലാതെ ഇങ്ങനെ പ്രദോഷത്തിന്റെ മഹാത്മ്യം അദ്ദേഹം പറയണു. അപ്പൊ ഈ പ്രദോഷം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇത്ര ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചാല്, ഈ പ്രദോഷം, ശിവരാത്രി, ഉറപ്പൊടുക്കല്, ഇതിനെ കുറിച്ചൊക്കെ കുറേ പണ്ഡിതന്മാരോട് ഇങ്ങനെ ചെന്ന് നടന്നു ചോദിച്ചു എന്തായി പ്രദോഷം. അപ്പൊ ആരും ഒരു ശരിക്കുള്ള ഒരു ലിങ്ക് തന്നില്ല അതാണ് പ്രദോഷം. അപ്പൊ നമ്മളിവിടുന്ന് പല ക്ഷേത്രങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രങ്ങളിൽ ജോലിക്ക് പോകണമെന്ന് പറ്റിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ഷേത്രങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പോയപ്പോ കാഞ്ചീപുരത്ത് ഒരു പ്രത്യേക 42 കൊല്ലം കൂടുമ്പോ കുളത്തുനിന്ന് പൊന്തി വരുന്ന വരദരാജ പെരുമാൾ ദർശനം 30 ദിവസം നീണ്ടു നിൽക്കുന്നു പറഞ്ഞു. കാഞ്ചീപുരം വരെയല്ലേ കൊണ്ടു. അവിടെ പോയി അദ്ദേഹത്തിന്റെ ദർശനം ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വേറെ ഒരു ക്ഷേത്രത്തിനെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്ഷേത്രങ്ങളെ പറ്റി ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയതിന്റെ ഒരു ഗുണം നമുക്ക് എല്ലാവരും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ പള്ളി കൊണ്ട ഈശ്വരൻ. അപ്പൊ നമ്മൾ പള്ളി കൊണ്ടാന്ന് പറയുമ്പോ കിടക്കുക. സാധാരണ നമ്മൾ പള്ളി കൊണ്ടാന്ന് പറയുന്നത് ശ്രീരംഗനാഥൻ, ശ്രീപത്മനാഭൻ ഇവരൊക്കെയാണ്, കിടക്കാണ് അവരൊക്കെ. ഈ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ശ്രീ പരമേശ്വരൻ ഇങ്ങനെ പള്ളി കൊണ്ടേ ഇങ്ങനെ അങ്ങനെ ഉറങ്ങാറില്ലല്ലോ, ഉറങ്ങാത്ത ആളല്ലേ. അല്ല ശിവരാത്രിയിൽ നമ്മളെ കൊണ്ട് ഉറക്കൊളിപ്പിക്കണേ അദ്ദേഹം. ഏകാദശി ദിവസം പട്ടിയെടുക്കുക കൊണ്ട് ഗുരുവായൂരിന്റെ അനുഗ്രഹം കിട്ടി, പിന്നെ പോയി കിടന്ന് ഉറങ്ങാം രാത്രി. ഇത് ഉറക്കം വരെ തരാതെ നമ്മളെ പരീക്ഷിക്കുന്നതാണ് ഈ പരമേശ്വരൻ. അങ്ങനെ പറ്റുകൊണ്ടുപോയി ആ അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ട് പോകാൻ ഒരു ആന്ധ്ര സ്റ്റേറ്റിലാണ്. നമ്മൾ കാഞ്ചീപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്, ഇത് ആന്ധ്രയിലാണ്. അതിർത്തി നോക്കിയപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ നിങ്ങൾ ഇന്ന ബസ്സിൽ കയറിയാൽ ആ അമ്പലത്തിന്റെ ഉമ്മറത്ത് ഇറങ്ങാം എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് വേഗം കിടക്കുക. നല്ലൊരു ശയനം ദേവിയുടെ മടിയിൽ. മറ്റാൾ പാമ്പിന്റെ മുകളിൽ കിടക്കുക, അദ്ദേഹം ദേവിയുടെ മടിയിൽ കിടക്കണം ശ്രീപാർവതിയുടെ. അതിനായി ഉള്ളിൽ വരുമ്പോൾ എവിടെന്നാ പറഞ്ഞത് ഇങ്ങനെ കേരളത്തിനാണോ ഗുരുവായൂരിന് അടുത്താണോ താമസം എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂർ പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാവില്ല. ഗുരുവായൂർ പറഞ്ഞ ആൾക്ക് പിടിക്കി അവിടെ നിന്നാണ് പറഞ്ഞത്, അവിടെ തന്നെ പറഞ്ഞത്. അപ്പൊ എന്നാ കുറച്ചുകൂടി ഇങ്ങനെ നീങ്ങിയേക്കോ കാണാൻ പറഞ്ഞ ആളെ പന്തൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നപ്പോ ഏതാണ്ട് എല്ലാ ദേവീദേവന്മാരും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക.
മഹാവിഷ്ണു, ലക്ഷ്മി, ബ്രഹ്മാവ്, സരസ്വതി. നമ്മൾ നേരത്തെ പ്രദോഷ സ്തോത്രം വായിക്കുമ്പോൾ നമ്മൾ കണ്ട എല്ലാ ദേവന്മാരും ഇങ്ങനെ തൊഴിലുകൊണ്ടിങ്ങനെ നിൽക്കുക, ഇദ്ദേഹം ഇങ്ങനെ കിടക്കുക. എന്താ ഇതിന്റെ ഐതിഹ്യം, എന്താ ഇതിന്റെ മഹാത്മ്യം കഴിക്കുമ്പോൾ അദ്ദേഹം നടയടക്കട്ടെ, നിങ്ങൾ അവിടെ ഊണ് കഴിക്കും, അന്നദാനുണ്ട്, ഊണ് കഴിച്ച് തിരിച്ച് ആ മനസ്സിന്റെ ജോലി കഴിക്കുമോ, ഞാൻ വന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. അപ്പൊ ഈ നമ്മുടെ പാലായുധനം നടക്കുമ്പോ അപ്പൊ ഈ വാസുകിനാണ് ഈ കയറായിട്ട് കിടയണം. മന്ദരപർവ്വതം, അതിനെ മത്ത്, കടക്കോല്, മന്ദരപർവ്വതം കടക്കോല്, ഈ വാസുകി എന്ന് പറഞ്ഞ പാമ്പ്, കയറ്, ഇതിങ്ങനെ കടയണം, സമുദ്രത്തിനെ കടയണം. നമ്മൾ പണ്ട് കാലത്തുണ്ടായപ്പോ തൈര്, പാല് ഉറവൊഴിച്ച് തൈരാക്കി, തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി മോരാക്കി, നമ്മൾ ഇന്നിപ്പോ എല്ലാം പാക്കറ്റിൽ കിട്ടുന്നതുകൊണ്ട് പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ മത്ത് എന്ന് പറഞ്ഞ സാധനത്തിനെ, കടക്കോല് എന്ന് പറഞ്ഞ സാധനത്തിനെ ചിലപ്പോൾ നമ്മളാരും, നമ്മുടെ ചെറുപ്പക്കാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കടയണം. ഇങ്ങനെ കടയുമ്പോ അപ്പൊ ഇതിനു വേണ്ടി അമൃതം കിട്ടാൻ വേണ്ടിയാണ് കടയണം. ഇത് കടഞ്ഞാൽ അമൃതം കിട്ടുന്ന പറഞ്ഞു കൊടുക്കും നാരദന്, കടഞ്ഞോളൂ. അപ്പൊ 2 ഗ്രൂപ്പായി, അസുരന്മാര് വേറെ, ദേവന്മാര് വേറെ, 2 ഗ്രൂപ്പായിട്ട് കടയും. 2 ഭാഗത്ത് വേണ്ടേ കടയാൻ, നല്ല വലിയ സാധനമല്ലേ. അപ്പൊ ഇങ്ങനെ കടഞ്ഞോണ്ടിരിക്കുക. കടഞ്ഞു നമ്മുടെ ഈ പണ്ട് അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വാങ്ങിച്ച കയറ്, ആ മത്ത് ഇപ്പോഴും കടഞ്ഞുകൊണ്ടിരുന്നാല് ആ കയറിന്റെ തുമ്പൊക്കെ ഇങ്ങനെ പൊട്ടി വരും. ചില തൈരിൽ വീഴും. ആ മത്തിന്റെ പിരിയൊക്കെ അയഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു തൈര് വരില്ല, വെണ്ണ വരില്ല. അങ്ങനെയായി ഈ വാസുകി എന്ന് പറഞ്ഞ വലിയ നാഗപ്പാമ്പ് വേദന സഹിക്കാൻ വയ്യാണ്ട് വിഷം കത്തിയ വിഷം. അപ്പൊ ആ വിഷം എന്ന് പറയുമ്പോൾ നിസ്സാര വിഷമല്ല, ആലാഹനം, കാളകൂട വിഷമാണ് ഈ ഇറങ്ങി വരണേ ഇതിന്റെ വായു. അപ്പോ വിഷ്ണു പറഞ്ഞു, ഇത് നിസ്സാരല്ല, ഈ വിഷം നമ്മുടെ ഭോപ്പാലില് കമ്പനിയിൽ നിന്നുള്ള വിഷവാതകം ഒരുപാട് പേര് മരിച്ചു. ഇപ്പോഴും പലരും അസുഖമായിട്ട് കഴിയുന്നുണ്ട്. 80 വയസ്സായ ആൾക്കാർ അസുഖമായിട്ട് കഴിയുന്നുണ്ട് ആ വിഷവാതകം ഒന്ന് ശ്വസിച്ചതിന്റെ പേരിൽ. കാസർഗോഡ് നമ്മൾ കേട്ടിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും. അപ്പോ ഇത് പുറത്ത് വീണാൽ, താഴെ വീണാൽ ഈ ലോകം മുഴുവൻ നശിക്കും. നമ്മളടക്കം എല്ലാവരും നശിക്കുന്നു. പിന്നെ എന്താ പോയി ഇത് താഴെ പാത്രത്തിലാക്കാൻ പറ്റുമോ? പാത്രത്തിൽ കരിഞ്ഞു പോകും. എന്താ ഒരു പോംവഴി നോക്കിയപ്പോ ഇതേമാതിരി തന്നെ ഈ നാരദന്, മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആൾക്കാർ ഇതിനൊക്കെ നമുക്ക് വഴി കാണിച്ചു തരുന്ന ആൾക്കാരാണ്. അതിലൊരാൾ പറഞ്ഞു, നിസ്സാര കാര്യമുണ്ട്, അവിടെ ഇരിക്കില്ലേ കണ്ണടച്ചിട്ട് താടി ഭസ്മൊക്കെയായിട്ട് പാമ്പൊക്കെ കിട്ടിയിട്ട് അദ്ദേഹത്തോട് ചെന്നൊരു വാക്ക് പറയാം. പാമ്പുകളെ തോന്നുന്നത് നടക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് വിഷം ബാധിക്കില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അദ്ദേഹം ഓടി വന്നു നോക്കി ആ പാമ്പിന്റെ വായെന്ന് പറഞ്ഞ വിഷം കയ്യിൽ കുടിച്ചു. ദൈവം ആ ഭാഗമൊന്നും ചുറ്റും കൊള്ളണോ? നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ മറ്റേ വെടിക്കെട്ട് കഴിഞ്ഞാല്, ക്ലൈമാക്സ് വെടിക്കെട്ട് കഴിഞ്ഞാല് ആ തൊട്ടടുത്ത് കണ്ടാൽ ആ ഭാഗമൊക്കെ കൊള്ളും. അതേപോലെ ദൈവം ഭാഗം ചുറ്റും കൊള്ളണം. അദ്ദേഹം അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാല് അതിന്റെ പ്രഭ കൊണ്ട് ലോകം നശിക്കുന്ന സ്ഥിതിയായപ്പോ അദ്ദേഹം അത് വേഗം വായിലിട്ടു. എന്റെ വായിലിട്ട പിന്നൊന്ന് ആലോചിച്ചു, ഈ സാധനം ഉള്ളിൽ പോയാല് നമ്മൾ ഈ രാമകീർത്തനത്തിലും മറ്റുള്ള ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോ ഇവര് ഉള്ളിലും ലോകം പുറത്തും ലോകം, ഭഗവാന്റെ ഉള്ളിലാണ് നമ്മുടെ ലോകം മുഴുവൻ. ശ്രീരാമനോട് കൗസല്യ ചോദിക്കുന്നതാണ്, ഈ ലോകം മുഴുവൻ നിന്റെ വയറ്റിൽ കിടക്കുമ്പോ നീ എന്റെ വയറ്റിൽ നിന്ന് ജനിച്ചില്ലോ. മഹാവിഷ്ണു നാരായണ പറഞ്ഞ് കൗസല്യം പ്രാർത്ഥിച്ചു. കൗസല്യാസ്തുതി വളരെ വിശേഷപ്പെട്ടതാണ് രാമായണത്തിന്റെ കൗസല്യാസ്തുതി. ആ ഭഗവാന്റെ ഉള്ളിൽ ലോകമുണ്ട്. അപ്പൊ ഈ വിഷം ഉള്ളിൽ പോയാൽ ഭഗവാനെ ഒന്നും അറിയില്ല, പക്ഷെ ഉള്ളിലുള്ള ലോകം നശിക്കില്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതിന്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് ശ്രീഭാവതി ഇരിക്കണോ, ശ്രീഭാവതി കണ്ടത്തിൽ പിടിച്ചു എന്നാ പറയണം. ചില കഥകളിൽ പാർവതി കണ്ടത്തിൽ പിടിച്ചതുകൊണ്ടാണ് ഈ വിഷം ഇവിടെ തങ്ങി എന്ന് പറയണം. ചില പുരാണങ്ങളില് ഇദ്ദേഹം തന്നെ ഈ ഉള്ളിൽ പോയാലുള്ള ദോഷം മനസ്സിലാക്കി കണ്ടത്തിൽ നിർത്തി എന്നാ പറയണം. കണ്ടത്തിൽ നിർത്തി ഉള്ളിൽ പോകാതെ. അപ്പൊ അദ്ദേഹത്തിന്റെ മഹിമയെ പറ്റിയും ആ കരുണയെ പറ്റിയും പ്രാർത്ഥിക്കുമ്പോ ഈ ശ്ലോകങ്ങളൊക്കെ
ശങ്കരാചാര്യർക്ക് ഈ പാതാതികേശ വർണ്ണനം, കേശാധിപാത വർണ്ണം, ശ്രീപരമേശ്വരന്റെ കേശാധിപാത വർണ്ണനമൊക്കെ ചെയ്യുമ്പോൾ ഈ തൊണ്ടയിലെ കാര്യങ്ങൾ പറഞ്ഞ് ചരിത്രങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ അതിനുള്ള എല്ലാത്തിനും കൂടി സമയമില്ല. അപ്പൊ ഇതവിടെ നിന്നു. അവിടെ നിന്നതുകൊണ്ട് പുറത്തേക്ക് വന്നില്ല, അകത്ത് പോയില്ല, ആർക്കും ദോഷം ഉണ്ടായില്ല, ഇതവിടെ നിന്നു. അപ്പൊ ഇതാണ് അവിടെ നിർത്തി. ഇതവിടെ നിർത്തിയിട്ട് അദ്ദേഹം കുറച്ച് ക്ഷീണമുണ്ടായി. ഇല്ല, അത്രയും പവറല്ലേ, കുറച്ച് ക്ഷീണം. അദ്ദേഹം തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് പോയി, കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിൽ പിന്നെ കടയിൽ തുടങ്ങി. വിഷം പോയില്ല, ഇനി കുഴപ്പമില്ല. അവർ കടയിൽ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ആലോചിച്ച് ഈ വിഷം നമ്മളെയൊക്കെ നശിപ്പിക്കാൻ പറ്റാവുന്ന ഒരു വിഷം അദ്ദേഹം കണ്ടത്തിൽ പിടിച്ച് പൊരിക്കുകയാണല്ലോ. അവിടെ പോയപ്പോൾ കണ്ട രംഗം, ഭഗവാൻ നൃത്തമാർന്നു, ശ്രീപാർവതി കട്ടക്കിടത്തിൽ വീക്ഷിക്കുന്നു. ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടു, ഇങ്ങനെയാണ് നമ്മളെല്ലാം രക്ഷിച്ചത്. ഇദ്ദേഹത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിൽ പോയിട്ട് കുട്ടിയുടെ റിസൾട്ട് വന്നു, 90% മാർക്ക് കിട്ടി പറയുമ്പോൾ ഓടി എന്ന് പറയുന്നല്ലോ, ഭാവന എന്റെ മകൻ പാട്ടായി തന്റെ കഴിവുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ വന്ന് പറയും. ചിലരെ പറയുന്നു, ചിലര് പറക്കും. പിന്നെ ആഘോഷമായി, ഏത് ഡോക്ടറെ ബുക്ക് ചെയ്യണ്ടേ, എവിടെയാ ബുക്ക് ചെയ്യണ്ടേ, ഊട്ടിയോ കൊടൈക്കനാലോ. ചിലര് വന്ന് ഭഗവാനോട് പറയും, ആ വിവാഹ നീ എന്നെ രക്ഷിച്ചു, എന്റെ മകനെ രക്ഷിച്ചു, എന്റെ മകന്റെ കുട്ടിയെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കും. സൂര്യൻ മാറിയാവെന്ന് പ്രാർത്ഥിക്കും. അപ്പോ അങ്ങനെ ഒരു വേദനകൾ പോയി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച പുണ്യ സമയമാണ് പ്രദോഷം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു സാധാരണ പൂജാരി ആ ക്ഷേത്രത്തിൽ. അപ്പൊ അത് അന്യം കിടക്കാനുള്ളതൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എത്ര വലിയ സാക്ഷാൽ പരമേശ്വരനാണെങ്കിലും വിഷം അത്ര സ്ട്രോങ് ആയതുകൊണ്ട് ആ വിഷം അദ്ദേഹത്തിനെ ബാധിച്ചാൽ അദ്ദേഹം ബോധം കെട്ട് ഉറങ്ങിപ്പോയാൽ അദ്ദേഹത്തിന് കുഴപ്പത്തിൽ ഒരിക്കലും ആളെങ്കിലുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ ബാധിച്ചാൽ അത് പുറത്തേക്ക് ബാധിച്ച് നമ്മളൊക്കെ വീണ്ടും നശിക്കില്ലോ. അതുകൊണ്ട് ഉറങ്ങാതെ ഇരിക്കണം. മടിയിൽ ക്ഷീണം കൊണ്ട് മടിയിൽ കിടന്നാലും ഉറങ്ങാതെ ഇരിക്കണം. അതിനാണ് ഈ ദേവന്മാര് മുതൽ ഇവിടെ വന്ന് അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ തലയിലും മുഖത്തൊക്കെ വെള്ളം തെളിക്കുക. ആ വെള്ളം തെളിക്കുക എന്ന് പറയുമ്പോൾ കരിക്ക് വെള്ളമോ തേക്ക് വെള്ളമോ എന്ത് വെള്ളമായാലും വെള്ളം തെളിക്കുക. അദ്ദേഹത്തിന്റെ ആലസ്യം തീർക്കുക. ആലാസ്യനാഥൻ അദ്ദേഹത്തിന്റെ ആലസ്യം തീർക്കുക. അങ്ങനെ അദ്ദേഹം കടന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന പുണ്യക്ഷേത്രമാണ് പള്ളികൊണ്ട ഈശ്വരൻ ക്ഷേത്രം. പള്ളികൊണ്ട എന്ന് പറയുമ്പോൾ ഉറങ്ങുക, രാജാവ് പറഞ്ഞ പള്ളികൊണ്ട. അപ്പൊ എടപ്പള്ളി യാത്രയിൽ ഇടയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് എടപ്പള്ളി. അങ്ങനെ ഭഗവാൻ പള്ളി കൊള്ളുന്ന, ശ്രീപരമേശ്വരൻ പള്ളി കൊള്ളുന്ന ഒരു പുണ്യ സങ്കേതമാണ് ഈ പള്ളികൊണ്ട ഈശ്വരൻ ക്ഷേത്രം. ചുരുട്ടപ്പള്ളി എന്നാണ് നാടിന്റെ പേര്. ആന്ധ്ര തമിഴ്നാട് ബോർഡറിലായിട്ടാണ്. അവിടെ പോയപ്പോൾ ശരിക്കും ഈ വിഗ്രഹം നമ്മൾ കണ്ടു. എപ്പോഴെങ്കിലും സൗകര്യപ്പെട്ടാൽ ആ പുണ്യ സങ്കേതത്തിലേക്ക് പോവുക, അദ്ദേഹത്തിനെ ദർശിക്കുക. അപ്പൊ ഈ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ ഒരു ശരിയാണെന്നുള്ള ധാരണ പിന്നീട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നു. അപ്പൊ ഈ ശിവരാത്രി ദിവസം നമ്മള് ഉറപ്പൊഴിക്കാനും വ്രതം നോക്കാനും പ്രദോഷത്തിന് വ്രതം നോക്കാനും ഉള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാവുന്നു. പരമാവധി നമുക്ക് പറ്റാവുന്ന രീതിയിൽ പ്രവർത്തനം. ഏകാദശി ദിവസം ഒന്നും കഴിക്കരുത്, വെള്ളം പോലും കുടിക്കരുത് എന്നൊക്കെ പറയണു. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. ചിലർക്ക് കുടിക കഴിക്കേണ്ടി വരും. കുടിക കഴിച്ചിട്ട് രാത്രിയാവുമ്പോൾ തലയിൽ വരും, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് പോകുന്നിട്ട് മരിച്ചു പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. കുടിക കഴിക്കണമെങ്കിൽ ആഹാരം കഴിക്കണമെങ്കിൽ ഇന്നത് കഴിക്കണം എന്നൊക്കെ പല റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വ്രതം നോക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഉപ്പുമാവെങ്കിലും നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം. നമ്മൾ ഉണ്ടാക്കുന്നത് പലഹാരം അത് ഭഗവാന്റെ മുമ്പിൽ കഴിക്കുമ്പോൾ നിവേദ്യം നമ്മൾ നിവേദനം കൊടുക്കുക. ഈ സർക്കാരിന് നമ്മൾ നിവേദനം കൊടുക്കും. എന്റെ ഭൂമി കരഭൂമിയാക്കി മാറ്റി തരണം എന്ന് പറഞ്ഞ് നമ്മൾ നിവേദനം കൊടുക്കണം. സർക്കാരിന് കളക്ടർ കൊടുക്കും, തഹസിൽദാർ കൊടുക്കും. നമ്മൾ നിവേദനം കൊടുത്ത് അദ്ദേഹം സാങ്ഷൻ ചെയ്യുമ്പോൾ ഓർഡറായി സാങ്ഷനായി. അതേപോലെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ വെക്കുന്നത് നിവേദനം. ഈ അന്നമാണ് ഞാനിന്ന് കഴിക്കാൻ പറ്റും. ഭഗവാൻ കഴിക്കില്ല നമുക്കറിയാം. ഉപ്പുമാങ്ങയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന ഉപ്പുമാങ്ങ ചിലപ്പോൾ ഭഗവാൻ കഴിക്കണമെന്നില്ല. ആ കുട്ടികൾ അങ്ങനെയായിരുന്നു. ഉപ്പുമാങ്ങ പക്ഷി നീതിച്ച ഉണ്ണി അങ്ങനത്തെ കേമനായിരുന്നു, പാരമ്പര്യമായിട്ട് കേമനായിരുന്നു. നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പൊ നമ്മളിത് കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുക. ആ ഭഗവാൻ തിരിച്ചു വരുന്നത് പ്രസാദമായിട്ട് സ്വീകരിക്കുക. കാരണം അമ്പലത്തിൽ കൊടുക്കുന്നത് നിവേദ്യവും തരുന്നത് പ്രസാദവും ആ വ്യത്യാസമാണ്. അങ്ങനെ ശ്രീ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ.
ധാരാളം ഭക്തന്മാരെ ഇവിടെ നമ്മളെല്ലാവരും അനുഗ്രഹിച്ച് ദേവന്മാരടുത്ത് അനുഗ്രഹിച്ചാണ് പ്രദോഷ ഈ അളകൂടം പാലം ചെയ്ത ആ സംഭവം. ഇങ്ങനെ ഓരോരോ ഭക്തന്മാരെ അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ ഫോർമാലിറ്റി, ഈ ശിവപൂജയ്ക്ക് എന്തൊക്കെയാ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഇല 3 ഇലയായി നല്ല മുള്ളിന്റെ ഇലയിൽ 3 ഇല നോക്കി മുള്ളു കൊള്ളാതെ പൊട്ടിക്കണം. ആ ഇല ഒരെണ്ണം വെച്ചാൽ മതി. ദർശനം ദർശനം പാപനാശനം അഘോരപാപം ഏകബില്യം സ്വാർപ്പണം ഒരു കൂവളത്തിന്റെ ഇല പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ വെക്കുക. ആ തലയിൽ നിന്നോട്ട് അല്ലെങ്കിൽ താഴെ കൊണ്ടോട്ട് നമുക്ക് കുഴപ്പമില്ല. ഒരു പാത്രം വെള്ളം, ആ വെള്ളം അദ്ദേഹത്തിന് തലയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തേനോ പാലോ പന്നീരോ ഒന്നും ആവർത്തില്ല. ഒരു പാത്രം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ആ വെള്ളവും ആ കൂവളവും പറ്റിയെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ ഒരു കായ എന്തെങ്കിലും അദ്ദേഹത്തിന് മുമ്പിലേക്ക് നമസ്കരിക്കുക. മനസ്സാണ് കാര്യം, മനസ്സിനെ അവിടെ സമർപ്പിക്കുക. മറ്റാൽ പ്രദോഷത്തിന്റെ ഓരോരുത്തരും ആചരിക്കേണ്ട രീതിയെ ആചാര്യം വളരെ ഭംഗിയായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഉള്ളവൻ ശ്രീരുദ്രം പഠിച്ചു വീട്ടിൽ പൂജ ചെറിയിക്കൊണ്ടിരിക്കണോ, ഈ ഉള്ളവൻ പ്രദോഷത്തിന് പൂജ അഭിഷേകം ചെയ്ത് പൂജ കഴിക്കണം. എല്ലാവർക്കും പറ്റിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യാം, ക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യാം, ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാം, എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൊണ്ടു കൊടുക്കുക. അതിപ്പോ നമ്മള് കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകണ കുപ്പിയിൽ പാലാക്കി കൊണ്ടു കൊടുക്കരുത്. അത് ഒരു പാത്രത്തിൽ വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ പാലൊഴിച്ച് നടയിൽ കൊണ്ടുവരിക. അത് ആ ക്ഷേത്രത്തിന്റെ പവിത്രത അനുസരിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അങ്ങനെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രദോഷവ്രതം, ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം ഇങ്ങനെ വ്രതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആചരിച്ച് ആ മനസ്സ് മുഴുവൻ ഭഗവാനെ സമർപ്പിച്ച് ഒരു ഏകബില്യം സ്വാർപ്പണം എന്ന് പറഞ്ഞാൽ ഇവന് ഒരു ബില്യം അർപ്പിക്കണോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും. കരുണാമൂർത്തിയാണ്. ശിവൻ എന്നുള്ള വാക്കുകൾക്ക് അർത്ഥം ചോദിച്ചു, മഹിമ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ആ മഹിമകൾക്കുള്ള അനുഗ്രഹം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പേരിലെ കർത്താൻ ജീവനേഷനെയും ശിവായനെയും സംസ്കരിച്ചു. അത് നമുക്ക് പാർവതീപതേ ഹര ഹര മഹാദേവ.